ഹലോ എവ്രിവൺ, എൻലൈറ്റൻ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്നത് മെയ് മന്ത്ലിയാണ്. എഗെയിൻ 2 മാസം മുതൽ ചെയ്യുന്ന സെയിം പാറ്റേൺ ആയിരിക്കും. സിംഗിൾസ്, ലവേഴ്സ്, കപ്പിൾസ്, നോ കോണ്ടാക്ട്, ഇൻ സെപ്പറേഷൻ ഓർ ഡിവോഴ്സ്, ഇതായിരിക്കും ഗ്രൂപ്പ്സ്. ഓക്കെ, എല്ലാ ഗ്രൂപ്പ്സിൻ്റെ ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ള പ്രേക്ഷകർക്ക് എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുണ്ട്. ഗൈസ്, ജൂൺ 1 വരെ വീഡിയോ കോൾ റീഡിങ്സ് ആൻഡ് ഫോൺ കോൾ റീഡിങ്സ് അവൈലബിൾ അല്ല. ജൂൺ 1 വരെ വരുന്ന റിക്വസ്റ്റ് അതെല്ലാം വാട്സപ്പ് അല്ലെങ്കിൽ ഇമെയിൽ ത്രൂ ആയിരിക്കും റീഡിംഗ് എത്തിച്ചു കൊടുക്കുക. വാട്സപ്പിലാണെങ്കിൽ വിത്ത് പിക് ആൻഡ് ഓഡിയോ മെസ്സേജസ്, ഇമെയിലാണെങ്കിൽ വിത്ത് പിക് ആൻഡ് റിട്ടൺ മെസ്സേജസ് ആയിരിക്കും. എന്താണ് നിങ്ങളുടെ റീഡിങ്ങിൽ വന്നത് അതായിരിക്കും സെൻഡ് ചെയ്യുക. ആസ് വെൽ, ഓരോ ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർ നിങ്ങൾക്ക് റീഡിംഗ് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി അത് ഓൺ ചെയ്യുക. ബിക്കോസ് വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ അടുത്ത് എത്തണമെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആയിരിക്കണം. അതർവൈസ് നിങ്ങൾ വീഡിയോസ് മിസ് ചെയ്യും. അധികം വൈകിക്കുന്നില്ല, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് സിംഗിൾസ്. ഹലോ സിംഗിൾസ്, നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ മെയ് മാസം. Singles, please give me clear messages on how will be the May month for singles. Singles, May month for singles. Okay. Queen of Cups. ഓക്കെ, ഫസ്റ്റ് ഇസ് ക്വീൻ ഓഫ് കപ്സ്. ദാറ്റ് മീൻസ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആയിരിക്കും. ഗായ്സ്, ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് എന്താണ് നിങ്ങളോട് പറയുന്നത്, അത് ഏതൊരു കാര്യമായിക്കോട്ടെ അതിൽ ശ്രദ്ധിക്കൂ. ഇൻറ്റ്യൂഷനിൽ എന്ത് പറയുന്നു അത് തന്നെ ചെയ്യണം. ഓക്കെ, അതിൽ ഉറപ്പിച്ച് നിങ്ങൾ ചെയ്യണം. ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, ആർക്കും ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക, കൈവിടാതെ നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏഞ്ചൽസ് ആൻഡ് ഡിവൈൻ റെലം, ഓക്കെ, ഡിവൈൻ റെലമിൽ നിന്ന് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് ആൻഡ് ഏഞ്ചൽസ് അവരുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ ബേബി ഷവർ കേൾക്കുന്നു. സോ മൈറ്റ് ബി ആരെങ്കിലും ബേബി ഷവറിൽ പങ്കെടുക്കുകയോ ഓർ എൽസ് നിങ്ങളുടെ വീട്ടിൽ ബേബി ഷവറുടെ സെലിബ്രേഷൻ ഉണ്ടാകുകയോ ചെയ്യും. ക്വീൻ ഓഫ് കപ്സ് വളരെ ഇൻറ്റ്യൂട്ടീവ് ആസ് വെൽ ആസ് വളരെ സെൽഫ് ഡിസിപ്ലിൻ ആണ്. ഓക്കെ, സോ എന്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്നു അന്നേരം അത് ചെയ്തു പോകുക. ഇമോഷൻസ് ബാലൻസ് ചെയ്യുക. ഓൾവേസ് ഇവിടെ എനിക്ക് കാണുന്നത് ഇമോഷൻ നിങ്ങളുടെ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ആൻഡ് വൈറ്റ് കളർ ഏറെ ഇടാൻ പറ്റുമെങ്കിൽ വൈറ്റ് കളർ ഏറെ ഇടും. ഓക്കെ, അബണ്ടൻറ്റ് നേച്ചറാണ് എനിക്ക് കാണുന്നത്. സോ മെയ് മാസം നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് ഗൈസ്. അബണ്ടൻസ് പലതരമുണ്ട്. മണി അല്ലെങ്കിൽ വെൽത്ത് മാത്രമല്ല. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ദാറ്റ് ഈസ് പുതിയൊരു ഓപ്പർച്യൂണിറ്റി, പുതിയൊരു ന്യൂസ്, പുതിയൊരു ഐഡിയ, പുതിയ ഒരു വേ ഓഫ് തിങ്കിങ് ആകാം, ഒരു പുതിയ തരമായിട്ടുള്ള ഒരു ചെയ്യുന്ന കാര്യം. ഓക്കെ, നിങ്ങൾ ഇതുവരെ ചെയ്യാത്ത ഒരു കാര്യം നിങ്ങൾ പുതിയ ഒരു വേയിൽ ചെയ്യുന്നതാകാം. ഓക്കെ, ഇതാണ് ജസ്റ്റ് നാവ് ക്യാൻഡിലിൽ ഒരു സ്പ്രിങ്ക്ലിംഗ് സൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, സോ മൈറ്റ് ബി എ സെലിബ്രേഷൻ. ഓക്കെ, അത് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേഷൻ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. ഒരു ഡിവൈൻ പെൻറ്റിക്കലാണ്. ഓക്കെ, ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ലവ് ആകാം. ഓക്കെ, ലവിലും ആകാം ഗൈസ്. ഓക്കെ, ഒരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി, ലവ് ഫ്രണ്ടിൽ ഒരു പുതിയ ആളിനെ കണ്ടുമുട്ടുകയോ അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരികയോ ചെയ്യാം. സിംഗിൾസ്, May month for singles. Yeah, 6 of Pentacles, that means almost balance ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. ദാറ്റ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അത് ലവ് ഫ്രണ്ട് ആണെങ്കിൽ, നിങ്ങൾ ഒരു പാർട്ട്ണറിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു അന്വേഷണം വരുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് ആണ് കൊണ്ടുവരുന്നത്. ലവ് അന്വേഷിക്കാത്ത, ദാറ്റ് ഈസ് ഫൈനാൻസ് അന്വേഷിക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിൽ അന്വേഷിക്കുന്ന പ്രേക്ഷകർക്കും ഒരു ബാലൻസ് വരുന്നുണ്ട്. ഫൈനാൻസിൽ നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി, ഒരു പുതിയ ബിസിനസ് ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയ ജോബ്,
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പുതിയൊരു കാര്യം പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കും. ഓൾറൈറ്റ്, അത് നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുന്നുണ്ട്. പ്ലസ് വരവ് ചെലവ് ശ്രദ്ധിക്കും. സിംഗിൾസ് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്ക് വരുമാനം എത്ര കിട്ടുന്നോ അതിൻ്റെ ഒരു 25% അല്ലെങ്കിൽ ഒരു 10% മാത്രം എക്സ്പെൻസസ് വെക്കൂ. ഓക്കെ, അതിൽ കൂടാതെ നോക്കൂ. ബിക്കോസ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ബാലൻസ് വേണ്ടതാണ്. ഓൾറൈറ്റ്, May monthly Hierophant. യെസ് ഗൈസ്, നിങ്ങൾ സ്പിരിച്വലി ഇൻ ട്യൂൺ ആണ്. നിങ്ങൾ ഏത് ദേവൻ ദേവിയെ വിശ്വസിക്കുന്നോ, ഏത് മതത്തെ വിശ്വസിക്കുന്നോ, നിങ്ങൾ ഏഞ്ചൽസ് ആർക്കേഞ്ചൽസിനെ വിശ്വസിക്കുന്നോ, അവരുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകാൻ സാഹചര്യം ഒരുങ്ങി വരും. ആൻഡ് ഒരു ഗൈഡൻസ്, ഓക്കെ, സ്പിരിച്വലി ഇൻ ട്യൂൺ ആയ ഒരാളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു മാസം. എഗെയിൻ 5 നമ്പർ ചേഞ്ചിൻ്റെ നമ്പറാണ്. സോ ഇത് ഒരു ചേഞ്ച് ആണ് നിങ്ങളുടെ ലൈഫിൽ. എന്തോ ഇവിടെ ഒരു കീ കാണാൻ പറ്റുമോ എന്നറിയില്ല ഇവിടെ. ഓക്കെ, ഇവിടെ കീ കാണിക്കുന്നുണ്ട്. സോ മൈറ്റ് ബി നിങ്ങൾ എന്തോ അൺലോക്ക് ചെയ്യാൻ പോവുകയാണ്. എന്തിൻ്റെയോ കീ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന അബണ്ടൻസിൻ്റെ കീ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണറുടെ കീ ആകാം. ഓക്കെ, ലൈഫ് പാർട്ട്ണറുടെ റിലേഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്നത്, റിലേറ്റീവ്സിനെ ആയിരിക്കും കണ്ടുമുട്ടുന്നത്. ആൻഡ് അവർ വഴി നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറിനെ കണ്ടുമുട്ടാം. ഓക്കെ, ചില പ്രേക്ഷകർക്ക് എന്തായാലും ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകും. അതായത് വീഡിയോസ് കണ്ടുപോകാം. ഓക്കെ, നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉടനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ക്ലിക്കായി, അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ക്ലിക്കാകും. ആൻഡ് അതായിരിക്കും നിങ്ങൾ ഏറ്റെടുക്കുന്നത്. ഓൾറൈറ്റ്, one more time. What is going to happen in the month of May? ഓൾ റൈറ്റ്, ഹിയർ ഗൈസ്, 2 എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് ഒന്ന് ഡെവിൽ കാർഡ് ആൻഡ് ജസ്റ്റിസ് ആണ് വരുന്നത്. ബട്ട് ഇവിടെ എനിക്ക് ഈ കാർഡിനെ പറ്റി മനസ്സിലാകുന്നത് ഇങ്ങനത്തെ എന്തോ, ദാറ്റ് ഈസ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടായിരുന്നു, അഡിക്ഷൻ മാറ്റണം. വെയിറ്റ് ഒത്തിരി കൂടുതലായിരുന്നു, വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എന്ത് ചെയ്താലും അത് പറ്റുന്നില്ലായിരുന്നു. സോ അതിനൊരു ജസ്റ്റിസ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു, അതിന് എക്സസൈസ് ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ശരിയല്ലാത്ത കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് എന്തെങ്കിലും ഇൻജസ്റ്റിസ് നടന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സമാധാനപ്പെടാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായ ഉള്ള ഒരു കാര്യം കിട്ടി, നീതി കിട്ടി എന്നുള്ള കാര്യത്തിൽ അങ്ങനത്തെ എന്തോ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഓക്കെ, ആൻഡ് ഇത് പറയുന്നത് ജസ്റ്റിസ് കിട്ടിയ ഉടനെ ഈ ഒരു റീജിയനിലേക്ക് പോകരുത്, എഗെയിൻ അഡിക്ഷനിലേക്ക് പോകരുത്. ഗൈസ്, ലാൻഡ് കൺസേൺ അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും സ്വത്ത് അതാരെങ്കിലും പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് കോർട്ട് കേസ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണ് കോർട്ട് കേസിൽ പോലും റോങ് ഇൻഫർമേഷൻ കൊടുത്ത് വിജയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്. സോ ഹാവ് ഹോപ്പ്. ഓക്കെ, messages for singles, divine messages for singles. Trapped in fear. Okay guys, ഈ ഒരു കാർഡ് വന്നത് ക്വീൻ ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ ഇടയിലാണ്. ഓക്കെ, സോ ട്രാപ്ഡ് ഇൻ ഫിയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു പേടിയുണ്ടാവും. ഓൾറൈറ്റ്, എങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും. ഇത് മൊത്തം മെൻ്റൽ സ്ട്രെസ്സാണ്. ഓക്കെ, ഓവർ തിങ്കിങ് ആണ്. നിങ്ങൾ നിങ്ങളുടെ ഈ ഓവർ തിങ്കിങ് മാറ്റേണ്ടിയിരിക്കുന്നു. ബിക്കോസ് ഈ ഒരു പെൻറ്റിക്കിൾ ഇത് എന്തായിക്കോട്ടെ, അത് നിങ്ങൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമായിക്കോട്ടെ, നിങ്ങൾക്ക് അറിയില്ല അതെങ്ങനെയാണ് ചെയ്യണ്ടേ എന്നും നിങ്ങൾക്കറിയില്ല. ബട്ട് ഒരു എൻ്റെ യൂണിവേഴ്സൽ കാർഡ്സിൽ ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങളൊന്ന് മുമ്പോട്ട് ഇറങ്ങൂ, യൂണിവേഴ്സ് നിങ്ങളെ കൈപിടിച്ചോളൂ. റൈറ്റ്, അതാണ് ഇവിടെയും പറയുന്നത്. നിങ്ങൾക്കറിയത്തില്ല ഈ കാര്യം എങ്ങനെ ചെയ്യണ്ടേ.
ഓക്കെ, എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നറിയില്ല, ആൻഡ് ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമോ ഇല്ലയോ എന്നറിയില്ല. ബട്ട് ഡു നോട്ട് വറി, ബിക്കോസ് ഇത് ഡിവൈൻ ഗൈഡഡ് ആണ്. ആൻഡ് ഈ ഒരു സ്ട്രെസ്സിൽ നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ഈ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. Okay, what else, Divine? Messages for singles. Messages for singles. Memories of love. See, Six of Pentacles and the Hierophant. ഇതിൻ്റെ ഇടയിൽ വരുന്നതാണ് മെമ്മറീസ് ഓഫ് ലവ്. ദാറ്റ് ഈസ് നിങ്ങളുടെ പണ്ട് നടന്ന. സോ ഇപ്പോൾ ഇതൊരു ലവ് ഫ്രണ്ട് ആണെങ്കിൽ, ഓക്കെ, ഒരു ലവർ വരുവാണ് നിങ്ങളുടെ ലൈഫിലേക്ക്, അല്ലെങ്കിൽ ഒരു മാരേജ് ഓപ്പർച്യൂണിറ്റി വരികയാണ്, നിങ്ങൾക്ക് പേടിയാണെങ്കിൽ നിങ്ങളുടെ പണ്ട് കാലത്ത് എന്തെങ്കിലും ആരെങ്കിലും സഹായിച്ചോ അല്ലെങ്കിൽ ആരെയും സ്നേഹിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റാബിങ് അല്ലെങ്കിൽ ചീറ്റിങ്, അങ്ങനത്തെ എന്തോ മെമ്മറീസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്, നല്ല ചിന്തകൾ, നല്ല അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ഈ ഒരു ടൈം, മെയ് മന്ത്, ഇവിടെ സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. നിങ്ങളുടെ ലൈഫ് വളരെയധികം ഡ്രാസ്റ്റിക്കലി മാറി വരും. ഓക്കെ, മെമ്മറീസ് ഓഫ് ലവ്. ക്യാൻഡിൽ മാജിക് അല്ലെങ്കിൽ ക്യാൻഡിൽ വർക്കൊക്കെ ചെയ്യുന്ന പ്രേക്ഷകരാണെങ്കിൽ ക്യാൻഡിൽ കത്തിക്കുക. ലൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്, ക്യാൻഡിൽ എടുക്കുക, ക്യാൻഡിൽ എടുത്ത് കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ഏത് ദേവൻ ദേവി, നിങ്ങളുടെ ഏത് ഡിവൈനാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആ ക്യാൻഡിലിനോടും പ്രാർത്ഥിക്കുക. ഓക്കെ, ലവ് ആണ്, ലവിന് വേണ്ടിയിട്ട് പിങ്ക് കളർ യൂസ് ചെയ്യുക. ആൻഡ് ഇവിടെ പർപ്പിൾ കളർ കാണിക്കുന്നുണ്ട്. സോ തേർഡ് ഐ ചക്ര, ക്രൗൺ ചക്ര ഒക്കെ വളർത്താൻ ആഗ്രഹിക്കുന്ന, എനിക്ക് ഇനീഷ്യേറ്റ് ചെയ്യുന്ന, ആക്ടിവേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ പർപ്പിൾ കളർ, ബ്ലൂ കളറുമായിട്ട് വർക്ക് ചെയ്യുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് ലൈറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അത് ഫുൾ തീരുന്നവരെ, ആ ക്യാൻഡിൽ ഫുൾ കത്തി തീരുന്നവരെ അതവിടെ വെക്കുക. വാക്സ് എടുത്തിട്ട് ചെടികളുടെ കീഴിൽ വെക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുക. ക്യാൻഡിൽ വർക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. സിംഗിൾസ് May month for singles, Divine. May month. Recognition and reward. See, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ജസ്റ്റിസ് കാർഡ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ന്യായം വരുന്നുണ്ട്. സോ ഈ ഒരു ലവ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ന്യായമാണത്. നേരത്തെ നിങ്ങളുടെ ലൈഫിൽ നടന്ന എന്തോ ഒരു ബുദ്ധിമുട്ട്, അതിൻ്റെ റിക്കഗ്നിഷനാണ് ആൻഡ് അതിൻ്റെ ന്യായമാണ് നിങ്ങൾക്കിപ്പോൾ ലഭിക്കുന്നത്. ഫൈനാൻസിലുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ബിസിനസ്സിലുണ്ടായ ഒരു ബുദ്ധിമുട്ട്, ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ ന്യായമാണ് ഈ റിക്കഗ്നിഷൻ, ഈ റിവാർഡ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി. സോ കൈവിടരുത്. Okay, all right, so let's see angelic advice. Angelic advice for singles. Angelic advice for singles. Wait. Okay. എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യൂ. ഓക്കെ, വെയിറ്റ് ചെയ്യൂ ഫോർ ഫ്യൂ മിനിറ്റ്സ്. ആൻഡ് ആസ് വെൽ ആസ് ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈ ഗ്രൂപ്പിലെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ് ആർക്കേഞ്ചൽ മൈക്കിളോട് പ്രാർത്ഥിക്കൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പർപ്പിൾ കളർ വരുന്നുണ്ട്. സോ പർപ്പിൾ കളർ ക്യാൻഡിൽ ലൈറ്റ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കൊന്ന് ഇവിടെ കേസിനെ പറ്റി ഞാൻ പറഞ്ഞത് അതാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഇഫ് ഉണ്ടെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രാർത്ഥിച്ചോളൂ ഫോർ പ്രൊട്ടക്ഷൻ. ഓക്കെ, പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ ലാൻഡ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക്. ഓക്കെ, ആർക്കേഞ്ചൽ മൈക്കിൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആർക്കേഞ്ചലാണ്. വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരു വഴി കാട്ടി തരാൻ ആർക്കേഞ്ചൽ മൈക്കിൾ എപ്പോഴും ഉണ്ടാകും. ഓൾറൈറ്റ്, one more message, angels, for singles. One more message for singles.
ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന, ദാറ്റ് ഈസ് നിങ്ങളുടെ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അത് അൺലൈക്ലി ആണ്, അത് അങ്ങനെ സംഭവിക്കും എന്നൊന്നുമില്ല. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ പേടിക്കുന്നത് അത് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, now we'll see universal messages for you. Universal message for singles. Guardian angels of singles, please give me universal message. All right, 3 മെസ്സേജസ് ആണ്. ഫൈനാൻസിലുള്ളവർക്ക് ആൻഡ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഐ പ്രേ ബിഫോർ ഐ പേ. നിങ്ങൾ പണം, ദാറ്റ് ഈസ് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കുമ്പോഴോ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്യുമ്പോഴോ പ്രാർത്ഥിച്ച് ആ ആൾക്ക് ബ്ലെസ്സിങ്സ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് വേണം പേ ചെയ്യാൻ. ബൈ സ്പ്രെഡിങ് ലവ് എനർജി ഐ അട്രാക്ട് മോർ ലവ്. ഓക്കെ, നിങ്ങളുടെ ശത്രുക്കൾക്കും നിങ്ങൾ മനസ്സിൽ സ്നേഹം പകരുക, മനസ്സിൽ. ഓക്കെ, അവരെ കാണിക്കേണ്ട ആവശ്യമില്ല, ബട്ട് മനസ്സിൽ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കൂ, അവർക്ക് നല്ലത് വരട്ടെ എന്ന് കൊടുക്കൂ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറെ സ്നേഹം സമാധാനം വന്നു ചേരും. I let my intimate relationship be my greatest learning devices for spiritual growth and healing. Guys, നമ്മുടെ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, ഓക്കെ, നമ്മുടെ മാരീഡ് ആണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ് ആണെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്, വളരെ അടുത്തുള്ള റിലേഷൻഷിപ്പ്, അവർ ആക്ച്വലി എന്തിനാണ് നമ്മുടെ ലൈഫിലുള്ളത്? നമ്മളെ സ്പിരിച്വലി ഗ്രോ ചെയ്യാനും നമ്മുടെ പാസ്റ്റ് ലൈഫ് ഹീൽ ചെയ്യാനുമാണ് നമുക്ക് ഈ ഒരു ജന്മത്തിൽ റിലേഷൻഷിപ്പ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു സിംഗിൾസ് നിങ്ങളുടെ മെയ് മന്ത്ലി. റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷൻ, അവിടെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഓഡിയോ മെസ്സേജസ് ഇടാറുണ്ട്, നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കൺസേൺ ആകുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നിങ്ങൾ അത് കേട്ട് നോക്കുക. ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളിലാണ് ഓഡിയോ മെസ്സേജസ് ഇടുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ മെസ്സേജസ് എന്തെങ്കിലും ഡിഫറൻസ് കൊണ്ടുവരികയെങ്കിൽ കൈൻഡ്ലി എൻ്റെ ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. ഹലോ ലവേഴ്സ്, നോക്കാൻ പോകുന്നത് എന്താണ് നിങ്ങളുടെ മെയ് മന്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. May monthly for lovers. Divine, please give me messages for May monthly for lovers. ഓക്കെ, പേജ് ഓഫ് കപ്സ്. ലവേഴ്സ് ഈ ഒരു കാർഡ് ജംപ് ചെയ്താണ് താഴെ വന്നത്. ഓക്കെ, ടേബിളിൻ്റെ മണ്ടയ്ക്ക് വന്നത്. സോ പേജ് ഓഫ് കപ്സ്, ദാറ്റ് ഈസ് ഇമോഷണൽ ഹാപ്പിനെസ്. അതിൻ്റെ ജമ്പിങ്ങിൽ എനിക്ക് മനസ്സിലാകാം മെയ് മന്തിൽ നിങ്ങൾക്ക് ലവ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ സംതൃപ്തി തരുന്നത്, നിങ്ങൾക്ക് എന്താണോ ഇമോഷണൽ ഹാപ്പിനെസ് തരുന്നത്, അത് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ആൻഡ് കപ്പാണ്, നിങ്ങൾ നോക്കുന്ന കപ്പ് തന്നെയാണ്. നിങ്ങളൊരു പേഴ്സണിനെ കുറിച്ചാണ് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് അന്വേഷിക്കുന്നത്, ഓർ എൽസ് നിങ്ങൾ ഏതെങ്കിലും ഹെൽത്ത് ഇഷ്യൂവിനെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ യെസ്, ഹാപ്പിനെസ് ഈസ് ഓൺ ദ വേ. ഇവിടെ ഒരു ഫിഷ് ടോക്ക് ചെയ്യുന്നത് കണ്ടോ? അത് ഒരു ന്യൂസ്, ചിലപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുടെ കയ്യിൽ നിന്നായിരിക്കും ആ ഒരു ന്യൂസ് കേൾക്കുന്നത്. ഓക്കെ, ഒരു യങ്ങർ പേഴ്സൺ ആകാം നിങ്ങളുടെ ലൈഫിൽ ന്യൂസ് കൊണ്ടുവരുന്നത്, ഓർ എൽസ് നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ഈ മെയ് മാസത്തിൽ വളരെയധികം സന്തോഷം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരും. ബ്യൂട്ടിഫുൾ കാർഡ്. May month for lovers. May month for lovers. Justice card. Okay. സത്യം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സത്യം അറിയണമായിരുന്നെങ്കിൽ ആ സത്യം നിങ്ങൾക്കറിയാം. പ്ലസ് പേപ്പർ വർക്ക്സ് ഗൈസ്, ഇപ്പം വിസ ആകാം, ഡോക്യുമെൻറ്റ് സൈനിങ് ആകാം, ഒരേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാണ്, കൊലാബറേഷനാണ്, അതിൻ്റെ ഒരു പേപ്പർ വർക്ക് ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്ലസ് എന്ത് ചെയ്താലും നന്നായി ശ്രദ്ധിക്കുക, ബിക്കോസ് ഇവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട്, റൈറ്റ്? ബാലൻസ് കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈഫിൽ ബാലൻസ് കൊണ്ടുവരുമോ ഇല്ലയോ എന്ന് ശ്രദ്ധിച്ച് വേണം ആ ഒരു ഡോക്യുമെൻറ്റിൽ സൈൻ ചെയ്യാൻ. Lovers. May month for lovers. ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, ഓപ്ഷൻസ് വരുന്നുണ്ട്, ഏറെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ബട്ട് ബി കെയർഫുൾ. ഓക്കെ, 7 of Cups ഉണ്ടെങ്കിൽ
ചോയ്സസ് ഡിസിഷൻസ് ഒത്തിരി ഉണ്ട്, പക്ഷേ ഏതെങ്കിലും ഒന്നോ രണ്ടോ ചോയ്സസ് മാത്രമേ നിങ്ങൾക്ക് ശരിയാവുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ച് എടുക്കുക. നൈസ്. ആൻഡ് ഫുൾ ഓഫ് ഇമോഷണൽ ആണ്. സോ ഇമോഷണൽ ബേസ്ഡ് ആണ്, നിങ്ങളുടെ സ്റ്റാർട്ടിങ് തന്നെ ഇമോഷണൽ ബേസ്ഡ് ആണ് വന്നത്. സോ ഇമോഷൻ ചെക്ക് ചെയ്യുക. കാരണം ഒരു ഡിസിഷനും ഇമോഷണലി എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് സന്തോഷം തന്നാലും. സോ ബി കെയർഫുൾ. ഇമോഷൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അത് സ്റ്റേബിൾ അല്ല. ഓക്കെ, സോ യു ഹാവ് ടു ബി സ്റ്റേബിൾ. എന്ത് ഡിസിഷൻ എടുത്താലും സ്റ്റേബിളായിട്ട് ശ്രദ്ധിക്കുക. ലവേഴ്സ്, May month for lovers. റെഡ് കളർ റൂട്ട് ചക്ര ബാലൻസിങ് ചെയ്യുന്ന പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. പേജ് ഓഫ് സ്വേർഡ്സ്, ദാറ്റ് ഈസ് ഒരു ട്രൂത്ത്. സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗുഡ് ന്യൂസ് ഉണ്ട്. ഫ്രീലാൻസർ വരുന്നുണ്ട്. സോ ഫ്രീലാൻസറായിട്ട് ജോയിൻ ചെയ്യുന്നവർ, ബ്ലോഗ് ചെയ്യുന്നവർ, അവർക്കൊക്കെ നല്ല ന്യൂസ്, നല്ല റിവാർഡ്, നല്ല ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ആൻഡ് വൺ മോർ തിങ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അത് നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിക്കോട്ടെ, ലവ് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിക്കോട്ടെ, മറ്റ് റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ്, എന്ത് റിലേറ്റഡ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ട്രൂത്ത് നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ കണ്ടോ, തിരിഞ്ഞാണ് നോക്കുന്നത്. ഓക്കെ, ട്രൂത്ത് പിന്നെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ അത് സാരമില്ല എന്ന് വെച്ച് മാറ്റിക്കളയരുത്. ബിക്കോസ് ഇവിടെയും ട്രൂത്തിൻ്റെ കാർഡാണ് വന്നത്. ഓക്കെ, 2 കാർഡാണ് നിങ്ങൾക്ക് വരുന്നത്. സോ യു ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. പിന്നെ നോക്കാം, അല്ലെങ്കിൽ അത് അത്ര വലിയ കാര്യമല്ല എന്ന് വെച്ചിട്ട് അവഗണിക്കരുത്. അത് ശ്രദ്ധിച്ചും വേണം നിങ്ങളൊരു ചോയ്സ് എടുക്കാൻ. ഓൾറൈറ്റ്, for lovers, May month for lovers. May month. കൂടുതലും ഫൈനാൻസിനെ പറ്റിയിട്ടാണ്. സോ 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ട്രൂത്ത്, നിങ്ങൾ ഈ ട്രൂത്തിനെയും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട് ഈ ന്യൂസിൽ. ഓക്കെ, ബട്ട് ഈ ന്യൂസിൽ ഇമോഷണൽ ഹാപ്പിനെസ് ഉണ്ടാകുമ്പോഴും എന്തൊരു സത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ആ സത്യത്തെ അവഗണിക്കരുത്. അവഗണിക്കാതിരുന്നാൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ്. 4 ഓഫ് പെൻറ്റിക്കിൾസ് കൺട്രോളിൻ്റെ കാർഡാണ് പറയുന്നത്, ഫൈനാൻസിൻ്റെ കാർഡാണ് പറയുന്നത്. പക്ഷേ ഇവിടെ വരുന്നത് എന്താണ്, ദാറ്റ് ഈസ് നിങ്ങൾക്ക് ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ഒരു ഹോപ്പ് ഇവിടെ കൊണ്ടുവന്ന് തരും. ബട്ട് നിങ്ങൾ ഈ ട്രൂത്തിനെ അവഗണിക്കാതിരിക്കണം. ഓക്കെ, ട്രൂത്തിനെ അവഗണിക്കാതിരിക്കൂ. ഓൾറൈറ്റ്, any other information for lovers? Any other information, divine? സോ നിങ്ങൾ ഈ ട്രൂത്തിനെ അവഗണിക്കുകയാണെങ്കിൽ, അതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും? നിങ്ങൾക്ക് 3 ഓഫ് സ്വേർഡ്സിൻ്റെ എനർജി ആയിരിക്കും, ഡിഫീറ്റ് ആയിരിക്കും. ഓക്കെ, ആസ് വെൽ ചില പ്രേക്ഷകർക്ക് ഇതൊരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻ്റ് ആണ്, സ്പിരിച്വൽ ന്യൂസാണ്. നിങ്ങൾ പോലും അറിയാതെ പെട്ടെന്ന് നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു സ്പിരിച്വൽ ന്യൂസാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചിലപ്പോൾ മെഡിറ്റേഷനിലായിരിക്കും നിങ്ങൾക്കത് കിട്ടുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ബിക്കോസ് ഇവിടെ ജസ്റ്റിസിൻ്റെ കാർഡും കൂടി ഉണ്ട്, അതുകൊണ്ട്. ഓക്കെ, സോ സ്പിരിച്വലി നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാര്യം, സോ സ്പിരിച്വൽ ലെവലിൽ വർക്ക് ചെയ്യാൻ നിങ്ങൾ തുടങ്ങും, ബിക്കോസ് ഇത് സ്പിരിച്വൽ കാർഡും കൂടിയാണ്. ഓൾറൈറ്റ് ഗൈസ്, സോ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത് അത് നോക്കുക. അതുപോലെ തന്നെ ഹാർട്ട് ബ്രേക്ക് ലവേഴ്സ് സിറ്റുവേഷൻ, ലവ് സിറ്റുവേഷനിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്ക് അവിടെ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് വന്നു ചേരും. ഓക്കെ, 100% ജസ്റ്റിസ് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുന്നത്. പക്ഷേ ഓപ്ഷൻസ് നിങ്ങൾ നന്നായി ആലോചിച്ച് ചൂസ് ചെയ്യുക. May monthly for lovers. ഓക്കെ, യെസ്, ഈ ഇമോഷണൽ ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നത്, അതിൽ ടെംപ്റ്റേഷൻ ഒഴിവാക്കണം. ഓക്കെ, ജസ്റ്റ് ബിക്കോസ് നിങ്ങളുടെ ടെംപ്റ്റേഷനാണ്. ഇപ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്ന ഈ ഒരു കാര്യം ഞാൻ പറയാം. സപ്പോസ് ലവേഴ്സാണ്, നിങ്ങളുടെ ലവ്, ദാറ്റ് ഈസ് നിങ്ങളുടെ ലവ് പാർട്ട്ണർ. ആ പാർട്ട്ണറെ കുറിച്ച് നിങ്ങൾ എന്തോ അറിഞ്ഞു, അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ, ജസ്റ്റ് ബിക്കോസ് നിങ്ങൾക്ക് ആ ആളോട് സ്നേഹമാണ്, അത് പറയാതെ ഹോൾഡ് ഓൺ ചെയ്ത് മാറ്റരുത്.
ഓക്കെ. ആസ് വെൽ ആസ് ടെംപ്ടേഷൻ. ഇനി നിങ്ങൾക്ക് അങ്ങനത്തെ ഡിഫീറ്റ് ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്കൊരു പുതിയ ലവറിനെ കിട്ടി ആൻഡ് നിങ്ങളുടെ എക്സ് തിരികെ വരികയാണെങ്കിൽ, ജസ്റ്റ് ബിക്കോസ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ലവറിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം നിങ്ങളുടെ എക്സിനെയാണ്, അതുകൊണ്ട് തിരിച്ചു പോകരുത്. ബിക്കോസ് ഇത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ആണ്. ഏതോ രീതിയിൽ നിങ്ങളുടെ നല്ലൊരു കർമ്മത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസ്, നിങ്ങളുടെ വേദനയ്ക്ക് നിങ്ങൾക്ക് ജസ്റ്റിസ് വന്നതാണ്. ടെംപ്ടേഷൻ അവോയ്ഡ് ചെയ്യുക. ഓക്കെ, ഏതൊരു രീതിയിലുള്ള ടെംപ്ടേഷൻ നിങ്ങൾ അവോയ്ഡ് ചെയ്തേ പറ്റൂ ഇവിടെ. ഓക്കെ, ശ്രദ്ധിക്കുക കാര്യങ്ങൾ. ഒരാൾ വരികയാണ്, നിങ്ങൾക്കൊരു നല്ല ന്യൂസ് തരികയാണ്, പക്ഷേ ആ ന്യൂസ് എത്രത്തോളം ഒത്തൻറ്റിക് ആണ് അല്ല എന്നുള്ളത് നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ. ഇമോഷണൽ വിഡ്രോവൽ. അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് നേരത്തെ ഇമോഷൻസ് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ ഇല്ലായിരുന്നെങ്കിൽ, ഓക്കെ, നിങ്ങൾ എത്ര സ്നേഹം കൊടുത്തു അതേ സ്നേഹം നിങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവിടുന്ന് ഇമോഷണൽ വിഡ്രോൾ ചെയ്തു. ആൻഡ് ചെയ്യാത്ത പ്രേക്ഷകർ, ഓക്കെ, നിങ്ങൾ എത്ര കമ്മിറ്റഡ് ആയിരുന്നോ ആ കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇമോഷണൽ വിഡ്രോൾ ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ചെയ്ത പ്രേക്ഷകർക്കും ആൻഡ് ചെയ്യാൻ പോകുന്ന പ്രേക്ഷകർക്കും നിങ്ങൾക്ക് നല്ലൊരു പാഷൻ ഇഗ്നൈറ്റ് ആകുന്നുണ്ട്, നല്ലൊരു ആൾ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, നല്ലൊരു പാർട്ട്ണർ. ഓക്കെ, അത് ലവ് റിലേഷൻഷിപ്പിലായിരിക്കാം, ബിസിനസ് റിലേഷൻഷിപ്പിലായിരിക്കാം, ഈവൻ കൊലീഗ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഡിസീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്രണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ആൻഡ് ആ ഫ്രണ്ട് നിങ്ങളെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഒരു ഊർജം, നിങ്ങളൊരു എനർജറ്റിക് ഫീൽഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഗുഡ് വൺ. എനിക്ക് ലവേഴ്സിൻ്റെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, സോഫാ നല്ല റീഡിംഗ് ആണ്. നൗ ഏഞ്ചലിക് മെസ്സേജസ് ഫോർ ലവേഴ്സ്. ഏഞ്ചലിക് മെസ്സേജസ് ഫോർ ലവേഴ്സ്. ഏഞ്ചലിക് മെസ്സേജസ് ഫോർ ലവേഴ്സ്. റിക്കവറി. ഓക്കെ, സോ ഡിസെപ്ഷൻ ഒക്കെ നടന്ന പ്രേക്ഷകർക്കാണെങ്കിൽ ഈ ഒരു മെയ് മാസം നിങ്ങൾക്ക് റിക്കവറിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെ ലോസ് ഉണ്ടായി, ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിലായിക്കോട്ടെ, ഓക്കെ, അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ അതൊക്കെ അതിൻ്റെ റിക്കവറിയാണ് ഈ ഒരു മെയ് മാസം നടക്കാൻ പോകുന്നത്. ഈ മെയ് മാസത്തിൽ എന്തൊക്കെ കിട്ടുന്നോ ശ്രദ്ധിക്കുക. ആൻഡ് കിട്ടുന്നത്, ദാറ്റ് ഈസ് ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫർ തരുന്നുണ്ടെങ്കിൽ നന്നായി ആലോചിച്ച് അക്സെപ്റ്റ് ചെയ്യുക. പക്ഷെ കിട്ടുന്ന ഓഫേഴ്സ് നിങ്ങൾക്കുള്ള റിക്കവറിയാണ്. ഓക്കെ, നിങ്ങളുടെ നഷ്ടത്തിനുള്ള റിക്കവറിയാണത്. What else, angels? More information for lovers for the month of May. Ask for help from others. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരോട് അന്വേഷിക്കൂ. ഓക്കെ, എന്താണ് വേണ്ടത്. പക്ഷേ എപ്പോഴും നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. യെറ്റ് ഇൻറ്റ്യൂഷൻ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആൻസറിന് വേണ്ടി മറ്റാൾക്കാരോട് അന്വേഷിക്കുക. ഇത് പുതിയ ഓപ്പർച്യൂണിറ്റിയാണ് എന്നും കൂടി ഉണ്ടെങ്കിൽ തന്നെ മറ്റാൾക്കാരോടും കൂടി അന്വേഷിച്ചിട്ട് കാര്യത്തിന് ഒരു സൊല്യൂഷൻ എടുക്കും. ഓക്കെ, സോ ലെറ്റ്സ് സീ യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ ലവേഴ്സ് ഫോർ ദ മന്ത് ഓഫ് May. Universal messages for the month of May. Okay. In the midst of a meltdown, I breathe through the discomfort and come out the other side. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഓക്കെ, വളരെ നല്ല എക്സസൈസ് ആണ്. ആൻഡ് ബിലീവ് ദാറ്റ് നിങ്ങൾ ഏതൊരു ഡിസ്കംഫർട്ടിലാണെങ്കിലും നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങളുടെ ഡിവൈൻ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ മറ്റേ സൈഡിലേക്ക് വരും. ഓക്കെ, ഇത് ഓൾറെഡി കഴിയാറായ, ദാറ്റ് ഈസ് ആ ഒരു പോർഷൻ നിങ്ങളുടെ ലൈഫിൽ കഴിയാറായ പ്രേക്ഷകർക്കും ആൻഡ് ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് പോകുന്ന പ്രേക്ഷകർക്കും കൂടിയാണ്. ഓക്കെ, to truly flourish is to release all the tension that holds me back from letting love pour through me. Okay, സ്നേഹം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ, പുതിയ ഓപ്പർച്യൂണിറ്റി, പുതിയൊരു ലവ് റിലേഷൻഷിപ്പ്, പുതിയൊരു ബിസിനസ് റിലേഷൻഷിപ്പ്, കരിയർ റിലേഷൻഷിപ്പ് വരുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ അത് നല്ലപോലെ നിങ്ങൾക്ക് ആസ്വദിക്കണമെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടായ
ഈ ഒരു എനർജി അതേത് രീതിയിലായിക്കോട്ടെ ഈ എനർജി ലെറ്റ് ഗോ ചെയ്യണം. ഡിഫിക്കൽട്ടാണ്, ഐ നോ, പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യവുമല്ല. പക്ഷേ എന്നും ഒരു അഫർമേഷൻ കൊടുക്കൂ. ഐ ലെറ്റ് ഗോ ഓഫ് ഓൾ ദാറ്റ് ഹേർട്സ് മീ. ഐ ലെറ്റ് ഗോ, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ ഹേർട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും ലെറ്റ് ഗോ ചെയ്യുന്നു, ഞാൻ ഡിവൈനിൽ സറണ്ടർ ചെയ്യുന്നു എന്ന് പറയുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒരു കാർഡും കൂടി എടുക്കാം. വൺ മോർ കാർഡ് ഫോർ ലവേഴ്സ്. One more universal message for lovers. I begin my day with love. Okay, സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ലൈഫ് നന്നായി ചേഞ്ച് ആവും. ലവ് എന്താണ്? സെൽഫ് ലവ്. നിങ്ങൾക്ക് ലവ് കൊടുക്കൂ. ഓക്കെ, നിങ്ങൾ ലവ് കൊടുക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻസ് അങ്ങ് മാറിക്കിട്ടും. ഓൾറൈറ്റ് ലവേഴ്സ്, ഇതായിരുന്നു നിങ്ങളുടെ മെയ് മന്ത്ലി. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തിടുക. ബിക്കോസ് വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ടാണ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. ഹലോ കപ്പിൾസ്, നോക്കാം എങ്ങനെയാണ് നിങ്ങളുടെ മെയ് മന്ത്. ഓക്കെ, ഫസ്റ്റ് ഈസ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. സോ ബാലൻസ്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. മെയ് മന്തിൽ വരുന്ന ഒരു ന്യൂസ്. ഈ ന്യൂസ് ഏറെ നാൾ കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാനിരുന്ന ഒരു ന്യൂസാണ്. ഓക്കെ, ആൻഡ് ഈ ന്യൂസ് നിങ്ങൾക്ക് ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത് ഒരു സ്റ്റെബിലിറ്റിയാണ്, ഒരു സ്റ്റെബിലിറ്റിയുടെ ഹോപ്പാണ്. ഓക്കെ, നല്ലൊരു ന്യൂസാണ്. പെൻറ്റിക്കിൾ റിലേറ്റഡ് ആണ്, എന്നാലും ശ്രദ്ധിക്കുക. ഓക്കെ, പെൻറ്റിക്കിൾ റിലേറ്റഡ് ആണ്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണ്, പക്ഷേ അതൊരു സ്റ്റെബിലിറ്റി ഉള്ളതാണ് ഫ്യൂച്ചറിൽ. ഇതൊരു ഫ്രണ്ടും ആകാം. ഓക്കെ, ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്. ഏത് ഫ്രണ്ടിനോട് നിങ്ങൾക്ക് നിങ്ങളുടെ സീക്രറ്റ്സ് പറയാം, ആ സീക്രറ്റ്സ് വേറെ എങ്ങും പോകില്ല, അങ്ങനത്തെ ഒരു ഫ്രണ്ടും ആകാം. 6 ഓഫ് കപ്സ്. ഈ ഫ്രണ്ട്സിൻ്റെ കാര്യം ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ മൈറ്റ് ബി ഈ ഒരു മെയ് മന്ത് നിങ്ങൾ ഒത്തിരി ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യും. അത് ഡയറക്റ്റ് കണക്ഷൻ ആകാം, ഓൺലൈൻ കണക്ഷൻ ആകാം, ത്രൂ ഫോൺ കോൾ ആകാം. ഓക്കെ, ഓർ അവരുടെ മെമ്മറീസ്. ഓക്കെ, ഓൾറെഡി മെമ്മറീസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടുള്ള മെമ്മറീസ് ഏറെ നിങ്ങൾ ചെറിഷ് ചെയ്യും മെയ് മന്ത്. ഓൾറൈറ്റ്, ആസ് വെൽ ഈ വരുന്ന ഒരു പെൻറ്റിക്കിൾ, ഈ ഒരു ഓഫർ, അതൊരു നേരത്തെ ഉള്ള ഒരു ഫ്രണ്ടിൽ നിന്നാകാം. ഓക്കെ, ഒരു ഫ്രണ്ട് ആകാം, ആസ് വെൽ ആസ് സംഹൗ ഐ ഫീൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി എന്നിങ്ങനെ തോന്നുന്നു. ജസ്റ്റ് ഓക്കെ, പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരുന്നത്, തിരികെ വരുന്നത്. ദാറ്റ് ഈസ് നിങ്ങൾക്കറിയാം പാസ്റ്റ് ലൈഫ് ഇൻ ദ സെൻസ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫും ആകാം. നിങ്ങൾക്കൊരു കണക്ഷൻ മനസ്സിൽ ഫീൽ ആകുന്നുണ്ട്. ചില പ്രേക്ഷകർക്ക് പാസ്റ്റ് നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ഒരാൾ മാറിപ്പോയിട്ടുണ്ടാകാം. ആ ആൾ തിരിച്ചു വരുവാണ് ആളുടെ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഇൻ മാരേജ് ഓൾസോ. ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് ഉള്ള പ്രേക്ഷകർക്കും ആപ്ലിക്കബിൾ ആണ്. ഒരു എംപറർ. ഓക്കെ, എംപറർ എന്ന് വെച്ചാൽ I feel ഒരു അതോറിറ്റേറ്റീവ് പവർ. ഓക്കെ, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തോ ഒരു ടെൻഷൻ ഉള്ള ഒരാൾ. അതോറിറ്റേറ്റീവ് പവർ ഒരു ഫീമെയിലും ആകാം. ഓക്കെ, മെയിൽ ആവണം എന്നില്ല. എംപറർ ഒരു മെയിൽ മാസ്കുലിൻ എനർജിയാണ് കാണിക്കുന്നത്, പക്ഷേ ഒരു മാസ്കുലിൻ എനർജി ഉള്ള ഒരു ഫീമെയിലും ആകാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വീഡിയോ കാണുന്ന ഫീമെയിൽ പ്രേക്ഷകർക്കാണെങ്കിൽ മെയിൽസ്, വീഡിയോ കാണുന്ന മെയിൽ പ്രേക്ഷകർക്കാണെങ്കിൽ ഫീമെയിൽസ്. ടെൻഷൻ ഉണ്ട്. ഓക്കെ, ആർമർ ഉണ്ട്. ദാറ്റ് മീൻസ് കാര്യങ്ങൾ പറയും, പക്ഷേ അത് നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നറിയത്തില്ല. ഫ്രണ്ട് ആകാം, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആകാം. ഓക്കെ, മറ്റ് റിലേഷൻഷിപ്പ്, ദാറ്റ് ഈസ് നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ മാറിപ്പോയ ഒരു റിലേഷൻഷിപ്പ് ഉള്ള ഒരാൾ. ഓക്കെ, 10 ഓഫ് വാൻഡ്സ് ആണ് പറയുന്നത്. ഈ ഒരാളുടെ കൂടെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിരുന്നു നിങ്ങൾക്ക്. ഓക്കെ, ആൻഡ് അത് ഈ ആൾക്കും അറിയാം. ഓൾറൈറ്റ്, ഇയാൾക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആൻഡ് അതുകൊണ്ട് ഇയാൾ തിരിച്ചു വരുമ്പോൾ അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. നിങ്ങൾ ഇനി ആ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യുവോ ഇല്ലയോ എന്നുള്ളൊരു
ഒരു ബുദ്ധിമുട്ട്. കപ്പിൾസ് ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിച്ച് തന്നെ താമസിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ സംസാരിക്കുന്നില്ല, നിങ്ങൾ തമ്മിൽ ഇമോഷണൽ ഡിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇമോഷണൽ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഒരു ന്യൂസ് ആയിരിക്കും ഇയാൾ കൊണ്ടുവരുന്നത്, ഈ ഒരു വരുന്ന ആൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളത് അറിയത്തില്ല, ബിക്കോസ് ഓഫ് 10 of Wands. ബട്ട് എന്ത് കൊണ്ടുവരുന്നോ അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓക്കെ, സോ ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഏഞ്ചൽസ്. നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ ഡിവൈനെ പ്രാർത്ഥിക്കൂ. ആൻഡ് ഒരു ശരിയായ കാര്യം നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചു തരൂ എന്ന് പ്രാർത്ഥിക്കൂ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു കാര്യം വന്നു ചേരും. വെരി നൈസ്, ബ്യൂട്ടിഫുൾ കാർഡ്. 3 of Pentacles എന്ന് പറയുന്നത് സോഷ്യലൈസിങ്ങിൻ്റെ കാർഡാണ്. സോ ഈ ഒരു മെയ് മാസം നിങ്ങൾ പലയിടത്ത് പോകുന്നുണ്ടാവും, കറങ്ങാൻ പോകുന്നുണ്ടാവും, പല ആൾക്കാരെയും നിങ്ങൾ കണ്ടുമുട്ടും. ഓക്കെ, ഓരേസ് നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഏതെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളിനെ പറ്റിയും നിങ്ങൾ അറിയും. ആൻഡ് ഈ ഒരു മെയ് മന്ത് നിങ്ങൾക്ക് 9 of Pentacles ആണ് ഗൈസ്. നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആണ്, ഫൈനാൻഷ്യലി, ഫിസിക്കലി, ഇമോഷണലി. നിങ്ങളുടെ ഫേസിൽ ഗ്ലോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ അബണ്ടൻസ് ഈ ഒരു മെയ് മാസം. സോ ബി ഹാപ്പി. ഓക്കെ, ബി ഹാപ്പി. യു വിൽ ഗെറ്റ് വാട്ട് യു ഡിസേർവ്. ഓക്കെ, നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചെയ്യും 100%. സോ ലെറ്റ്സ് സീ. ഡിവൈൻ പ്ലീസ് ടെൽ മീ മെയ് മന്ത് ഫോർ കപ്പിൾസ്. അതോറിറ്റി. സി ഹിയർ, ഞാൻ പറഞ്ഞിരുന്നു ഒരു അതോറിറ്റി ഉള്ള ഒരാൾ വരുന്നുണ്ട്, റൈറ്റ്? ദാറ്റ് മീൻസ് ന്യായം തരണം അല്ലെങ്കിൽ ന്യായം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളത്. പക്ഷേ അതോറിറ്റി വരുമ്പോൾ ഈഗോ എപ്പോഴും കൂടി ഉണ്ടാവുന്നത്. സി ഇവിടെയും അതോറിറ്റി ഉണ്ട്, ന്യായം തരണം എല്ലാം ഉണ്ട്, സ്പിരിച്വലി അവേക്കൻ ആണ്, പക്ഷേ ഈഗോ. ഓക്കെ, സോ ഈ ഒരു പെൻറ്റിക്കിൾ വരുന്നത് ഏതോ അതോറിറ്റി ഉള്ള ഒരാളുമായിട്ടാണ്. പക്ഷേ ഇവിടെ ഐ ഫീൽ സ്പിരിച്വലി ഇത്തിരി അവേക്കൻ ആയിട്ടുണ്ട്. സോ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാവുന്നതേ ആയിരിക്കുള്ളൂ. കൺസേൺ ഇറ്റ്. ഓക്കെ, റീകൺസിഡർ. ആ ഒരു ഓപ്ഷനെ റീകൺസിഡർ ചെയ്യുക. ഡിവൈൻ വാട്ട് എൽസ് ഫോർ കപ്പിൾസ്, മെയ് മന്ത് ഫോർ കപ്പിൾസ്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു വരുന്ന എംപറർ എനർജി, അത് മാസ്കുലിൻ ആയിക്കോട്ടെ ഫെമിനൈൻ ആയിക്കോട്ടെ, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന 10 of Wands, ദാറ്റ് ഈസ് ഇത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എനർജി നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ ഡിഫിക്കൽട്ടി അനുഭവിച്ചത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു സംശയം, ഓക്കെ, ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, അക്സെപ്റ്റ് ചെയ്താൽ പിന്നെയും അതേ വേയിൽ പോകുമോ എന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ട്. ഓക്കെ, ഡു നോട്ട് വറി, ബിക്കോസ് എന്തായാലും നിങ്ങളൊരു 9 of Pentaclesൽ എംപ്രസ് എനർജി എപ്പോഴും ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ അതോറിറ്റിയിൽ തന്നെയാണ്. ഓക്കെ, ഈ ആൾ നിങ്ങളുടെ ലൈഫിൽ വന്നാലും ഇല്ലെങ്കിലും, ഓക്കെ, നിങ്ങളത് പൂർണ്ണമായും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളെപ്പോഴും നിങ്ങളുടെ പവറിൽ തന്നെ നിൽക്കും. സോ ഡു നോട്ട് വറി, ഈ ഒരു എനർജി വരാതെ സൂക്ഷിക്കുക. വാട്ട് ഈസ് ഡിവൈൻ ഫോർ കപ്പിൾസ്? ഡിസ്റപ്ഷൻ കാർഡാണ് വന്നത്. സോ ഐ ഫീൽ ഇവിടെ എനിക്ക് തോന്നുന്നത് ചില പ്രേക്ഷകരിൽ ഈ ഒരു ഡിസ്റപ്ഷൻ, ചില കപ്പിൾസ് ഇയാളെ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യില്ല. ചില പ്രേക്ഷകർക്ക് ഈ പറയുന്ന ഈ ഒരു എനർജി, ഈ ട്രാപ്ഡ് ഇൻ ഫിയർ എന്നുള്ള എനർജിയും ഈ പറയുന്ന ഡിസ്റപ്ഷൻ എന്നുള്ള എനർജിയും ഈ വരുന്ന ആളുടെയാണ്. ഓക്കെ, ഈ ആളാണ് ഫിയറിലിരിക്കുന്നത്, ഈ ആളുടെ മനസ്സിലാണ് ഈ ഡിസ്റപ്ഷൻ എന്താണ്? റിലേഷൻഷിപ്പ് മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് പോയി എന്നുള്ള ഒരു കൺസേൺ ഇയാൾക്കുണ്ട്. ഓക്കെ, അത് ലേഡീസ് ആയിക്കോട്ടെ ജെൻസ് ആയിക്കോട്ടെ. ഓൾറൈറ്റ്, എനിക്കിവിടെ ചില പ്രേക്ഷകരിൽ ഈ ആളുടെ എനർജി ആയിട്ടാണ് ഇതെനിക്ക് കാണുന്നത്. ബിക്കോസ് ആൾക്കറിയാം നിങ്ങൾ വളരെയധികം സോഷ്യലൈസ് ചെയ്യുന്നുണ്ട്, ആൾക്കറിയാം നിങ്ങൾ വളരെയധികം കംഫർട്ടബിളാണ് നിങ്ങളിൽ. നിങ്ങൾ 9 of Pentacles ആണ്, ഒരു പെൻറ്റക്കിൾ കൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ 10 ആയി, റൈറ്റ്? എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നറിയാം. സോ ഇയാൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം ഇയാളുടെ മൈൻഡിൽ ഉണ്ട്. ലെറ്റ്സ് സീ ഏഞ്ചൽ മെസ്സേജസ്. Angel messages for couples. Angel messages.
എഗെയിൻ റിക്കവറി, ഈവൻ ലവേഴ്സിലും ഉണ്ടായിരുന്നു റിക്കവറി കാർഡ്. സോ നിങ്ങൾക്ക് ഈ വരുന്ന പെൻറ്റിക്കിൾ, ഓക്കെ, നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ പറഞ്ഞിരുന്നു. ഈ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾക്ക് റിക്കവറിയാണ്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു ജീവിതത്തിൽ ഈ മാരേജ് റിലേഷൻഷിപ്പിലായിക്കോട്ടെ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലായിക്കോട്ടെ അവിടെ നിങ്ങൾ എന്തൊക്കെ ലോസ് ചെയ്തു അത് നിങ്ങളുടെ റിക്കവറിയാണ്. ഇയാളുടെ തിരിച്ചു വരവ് നിങ്ങളുടെ റിക്കവറിയാണ്. വാവ്, that's why you are 9 of Pentacles. Okay, within the next few months നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആക്ച്വൽ ഇത് കിട്ടും. ഓക്കെ, നിങ്ങളുടെ സ്റ്റെബിലിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, വിത്തിൻ ഫ്യൂ മന്ത്സ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഇത്രയും കൂടി ക്ലിയർ ആകും. യൂണിവേഴ്സൽ മെസ്സേജസ് ഫോർ കപ്പിൾസ്. Universal messages for couples. In order to awaken the world to the light, must not be afraid to shine. Yes, see, ഇവിടെ ചില പ്രേക്ഷകർ വർക്കിംഗ് ആണ്, ഓർ സ്വന്തമായിട്ട് സ്റ്റെബിലിറ്റി നോക്കുന്നുണ്ട്, ആൾക്കാരോട് ഏറെ ഇടപെടുന്നുണ്ട്. സോ ഇവിടെ പറയുന്നത് വേൾഡിനെ ലൈറ്റിലേക്ക് കൊണ്ടുവരാൻ, ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അത് മറ്റാൾക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഷൈൻ ചെയ്യൂ, നിങ്ങൾ ഏറെ ആൾക്കാരോട് ഇടപെടൂ, കൊലാബറേറ്റ് ചെയ്യൂ, സംസാരിക്കൂ, ഗ്രൂപ്പ്സ് തുടങ്ങൂ. നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സസ് ഉണ്ടെങ്കിൽ അത് ചെയ്യൂ. നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ ദാറ്റ്. യാ, I make decisions from a place of intuition and power. Yes, ഏത് ഡിസിഷൻ എടുത്താലും സ്വന്തം ഇൻറ്റ്യൂഷൻ, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതും ആൻഡ് നിങ്ങളുടെ മനസ്സെന്ത് പറയുന്നു, അല്ലാതെ മറ്റാൾക്കാർ എന്ത് പറയുന്നു എന്ന് വെച്ചല്ല നിങ്ങൾ ഡിസിഷൻസ് എടുക്കേണ്ടത്. വെരി നൈസ് ഫോർ യു ഗൈസ്. When I move my body, I burst through all that blocks me from my true wealth and vitality. So ചില പ്രേക്ഷകർക്ക് ഇവിടെ എക്സസൈസ് പറയുന്നുണ്ട്, യോഗ വരുന്നുണ്ട്. സോ യോഗ ചെയ്യുക, ഇല്ലെങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. ഒന്നും പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വാക്ക് ചെയ്യുക. നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലോ വെളിയിലോ നിങ്ങൾ വാക്ക് ചെയ്യുക. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ചില ആൾക്കാർക്ക് ഡാൻസ് വരുന്നുണ്ട്. സോ ഡാൻസ് ഇഷ്ടമാണെങ്കിൽ ഡാൻസ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യുമ്പോൾ ഹെൽത്ത് ആൻഡ് വിറ്റാലിറ്റി, നിങ്ങൾക്ക് വരേണ്ട ഊർജം, എനർജിയാണ് നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും മാറിക്കിട്ടും. സോ ഇതായിരുന്നു കപ്പിൾസ് നിങ്ങളുടെ മെയ് മന്ത്ലി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തിടുക. സോ ദാറ്റ് വീഡിയോസ് അപ്ലോഡ് ആകുമ്പോൾ നിങ്ങളുടെ അടുത്ത് നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷനിലേക്ക് എല്ലാ ആഴ്ചയും ഞാൻ ഓഡിയോ മെസ്സേജസ് ഇടാറുണ്ട്. ആഴ്ചതോറുമേ ഇടാറുള്ളൂ. സോ നിങ്ങളത് കേട്ട് നോക്കുക. വളരെ ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എൻ്റെ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. ഹലോ എവ്രിവൺ, നോക്കാം എങ്ങനെയാണ് മെയ് മന്ത് നിങ്ങൾക്ക് എന്താണ് മെയ് മന്ത് കൊണ്ടുവരുന്നത്. ഡിവൈൻ പ്ലീസ്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ്. ഓക്കെ, സോ നോ കോൺടാക്ട് സിറ്റുവേഷനുള്ള പ്രേക്ഷകർ, നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ ഓക്കെ റിലേഷൻഷിപ്പിലാണെങ്കിൽ നൈറ്റ് ഓഫ് വാൻഡ്സ് എനർജിയാണ്, ദാറ്റ് ഈസ് ഫ്ലേർട്ട് എനർജിയാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി മെയിൽ നിങ്ങൾക്കൊരു കോൺടാക്റ്റ് ഈ ആളുടെ കയ്യിൽ നിന്ന് ലഭിക്കാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പിലുള്ള പ്രേക്ഷകർ റൂട്ട് ചക്ര ആസ് വെൽ ആസ് സോലാർ പ്ലെക്സസ് ചക്ര, ഓക്കെ, ലം റം, ഈ 2 മന്ത്ര ചാൻറ്റ് ചെയ്യുക. നിങ്ങളുടെ 2 ചക്രാസും ബാലൻസ് ആകും. ആൻഡ് റിലേഷൻഷിപ്പ് അല്ല മറ്റ് കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണെങ്കിലും ആ വരുന്ന ഓപ്പർച്യൂണിറ്റി, ഒരു ന്യൂസ് വരുന്നുണ്ട്, പക്ഷേ ആ ന്യൂസ് സ്റ്റേബിൾ അല്ല. ഓക്കെ, ശ്രദ്ധിക്കുക. നിങ്ങളൊരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോബാണ് അന്വേഷിക്കുന്നതെങ്കിൽ അവിടെ വരുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് സ്റ്റേബിൾ അല്ല. ശ്രദ്ധിച്ച് അതിൻ്റെ ഫുൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ റീഡ് ചെയ്യുക. Divine, please tell me how will be the May month for the people who are in no contact situation ഉള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് May month. Yeah, 10 of swords. So
ഈ ഒരു ഫ്ലോട്ട് എനർജി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ, ഈ ആളിനെയോ അല്ലെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് 10 ഓഫ് സ്വേർഡ്സ് ആണ്. ശ്രദ്ധിക്കുക, ചില പ്രേക്ഷകർക്ക് നിങ്ങൾക്ക് ഈ ഒരു എനർജി തന്ന 10 ഓഫ് സ്വേർഡ് തന്ന ഒരാളാണ് തിരിച്ചു വരുന്നത്. ഫ്ലെയിം പെട്ടെന്ന് ഹൈ ആയിരുന്നു, ഓക്കെ, തിരിച്ചു വരുന്നത്. അപ്പോഴും ശ്രദ്ധിക്കുക, ബിക്കോസ് അതൊരു ഫ്ലോട്ട് എനർജിയാണ്, സ്റ്റേബിൾ എനർജി അല്ല. ഓൾറൈറ്റ്, for no contact situation, May month for no contact situation, May month for no contact situation. യെസ്, നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഒരാളല്ല 2 പേരുണ്ടാകും. നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് നല്ല ചോയ്സും എടുക്കാം, അല്ലെങ്കിൽ വരുന്ന ഈ ആളിനെയും എടുക്കാം. ബിക്കോസ് ഈ ഒരു എനർജി അത്ര നല്ല എനർജി അല്ല. സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾക്ക് എഗെയിൻ വിഷമങ്ങളിലൂടെ പോകേണ്ടി വരും. നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ഓക്കെ, ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക്. ട്വിൻ ഫ്ലെയിം ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ. ഈവൻ തോ ലവേഴ്സ് കാർഡാണ് വന്നത്, അത് ചോയ്സും കൂടിയാണ് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ 2 കാര്യങ്ങളുണ്ട് ഗൈസ്. ഓക്കെ, ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി, ദാറ്റ് ഈസ് ഫ്ലേർട്ടാണ്, ടോട്ടലി ഫ്ലേർട്ട്, ടൈം പാസ് എനർജി. ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഫ്യൂച്ചർ സ്ട്രെങ്ത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇമോഷൻ സ്റ്റെബിലിറ്റി എല്ലാമായിരിക്കും. പക്ഷേ വളരെ പെതുക്കെയാണ് വരുന്നത്. ഓക്കെ, സോ മൈറ്റ് ബി നിങ്ങൾ ഡീൽ ചെയ്യുന്ന 2 ആൾക്കാരിൽ ഒരാൾ വളരെ മിനിമം ആയിരിക്കും സംസാരിക്കുന്നത്, അധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല, അധികം വർക്ക് ഓറിയൻറ്റഡ്, ഓക്കെ, ജോലി എന്നുള്ള ഓറിയൻറ്റഡ് ആയിരിക്കും. പക്ഷെ ആളായിരിക്കും നിങ്ങൾക്ക് എല്ലാ രീതിയിലും സ്റ്റെബിലിറ്റി തരുന്നത്, ഇയാൾ അല്ലായിരിക്കും. ഓക്കെ, ഈ ഒരു വരുന്ന എനർജി അല്ലായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചോയ്സ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ റിലേഷൻഷിപ്പാണ് ഇവിടെ കൂടുതലും വരുന്നത്. ഈവൻ ഫൈനാൻസിലും 2 ഓപ്പർച്യൂണിറ്റീസ് വരും. ഓരോ ഓപ്പർച്യൂണിറ്റി വെറുതെ ഒത്തിരി വാഗ്ദാനങ്ങൾ തരുന്നു, പക്ഷേ നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആകില്ല. ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഫ്രൂട്ട്ഫുൾ ആകില്ല, പക്ഷേ നിങ്ങൾ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ലൊരു ഗെയിൻ ഉണ്ടാകും. വാട്ട് else for no contact, people in no contact situation for the month of May. For the month of May. യെസ്, സി സെലിബ്രേഷൻ, ദാറ്റ് ഈസ് നിങ്ങൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങൾക്ക് വരുന്ന 2 ഓപ്പർച്യൂണിറ്റിയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സെലിബ്രേഷൻ ആണ്, സക്സസ് ആണ്. നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹമുള്ളവർക്ക് വീട് വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് കല്യാണം, ഓക്കെ, മാരേജ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരാളുടെ കൂടെ നിങ്ങൾക്ക് മാരേജ് പോസിബിൾ ആണ്. ബട്ട് ഇവിടെയല്ല, ഇത് വാഗ്ദാനങ്ങൾ മാത്രമാണ്. അത് പേഴ്സൺ ആയിക്കോട്ടെ, ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ. ഓൾറൈറ്റ്, ഇവിടെ നിങ്ങൾക്ക് സെലിബ്രേഷൻ ആണ്. നിങ്ങൾക്ക് 4 ഓഫ് വാൻസ് എന്ന് വെച്ചാൽ ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു ഫൗണ്ടേഷൻ, ഒരു സ്റ്റെബിലിറ്റി. സോ ആലോചിക്കുക ഗൈസ്. one more message for those who are in no contact situation. One more. The world, yes. Now, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ വരുന്ന സ്റ്റെബിലിറ്റി ഉള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കംപ്ലീഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണത, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫൈനാൻഷ്യൽ ഫ്രീഡം, ഇതൊക്കെയാണ്. ജോലി ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ജോലി സംബന്ധമായി അന്വേഷിക്കുന്നവർ ഈ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അത് നിങ്ങൾക്ക് വേൾഡാണ്. ദാറ്റ് ഈസ് നിങ്ങൾക്ക് വെളിയിൽ, ദാറ്റ് ഈസ് ഔട്ട് ഓഫ്, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് ആ റീജിയനിൽ നിന്ന് വെളിയിൽ പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതുപോലെ തന്നെ മറ്റ് ആൾക്കാർ, ദാറ്റ് ഈസ് നിങ്ങൾ താമസിക്കുന്ന റീജിയനിൽ നിന്ന് മറ്റ് റീജിയനിൽ താമസിക്കുന്ന ആൾക്കാരുമായിട്ടുള്ള കൊലാബറേഷൻസ്, അവരുമായിട്ടുള്ള കണക്ഷൻ, നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ ബിസിനസ് വർദ്ധിപ്പിക്കാൻ, ജോബ് ആണെങ്കിൽ ജോബ് വർദ്ധിപ്പിക്കാൻ, ഇതിലൊക്കെ ഉപകാരപ്പെടുന്നതാണ് ഈ വരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. സി, ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ 3 കാർഡ്സ്, ഈ 3 കാർഡ്സ് എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ബട്ട് ബി കെയർഫുൾ, യു ഹാവ് ടു മേക്ക് എ ചോയ്സ്. നിങ്ങൾക്കൊരു ചോയ്സ് ഇവിടെ എടുക്കണം. ഓക്കെ, ഒരു ചോയ്സ് എടുക്കണം. ചില പ്രേക്ഷകർക്ക് 2 സമയത്തായിരിക്കും ഈ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. ആദ്യം വരുന്നത് ഈ ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, പിന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി വരുന്നത്.
ചില പ്രേക്ഷകർക്ക് 2 ഓപ്പർച്യൂണിറ്റീസും ഒന്നിച്ചായിരിക്കും വരുന്നത്. ഓക്കെ, divine, what else? Please give me more information for those who are in no contact situation for the month of May. ക്രൗൺ ചക്ര വർദ്ധിപ്പിക്കൂ. നിങ്ങൾ സബ്ലിമൽസ് കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്രൗൺ ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്യൂ. അത് നിങ്ങളെ സഹായിക്കും ഡിസിഷൻസ് എടുക്കാൻ. No contact situation, May monthly. മെറ്റീരിയൽ ഹാർവസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റായ ഡിസിഷൻ നിങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ്. നിങ്ങൾക്ക് പിന്നെ ഒരിക്കലും സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് തിരികെ ചിന്തിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് പുറകോട്ട് നോക്കേണ്ടി വരില്ല, നിങ്ങൾ സംതൃപ്തരായിരിക്കും. ഓക്കെ, വാട്ട് എൽസ് for those who are in no contact situation? May monthly for those who are in no contact situation. Heart chakra. Guys, നിങ്ങൾക്ക് ക്രൗൺ ചക്ര ആൻഡ് ഹാർട്ട് ചക്രയാണ് നിങ്ങൾക്ക് ഹീൽ ചെയ്യേണ്ടത്, ബാലൻസ് ചെയ്യേണ്ടത്. ബിക്കോസ് ഹാർട്ടിലേറെ ഇമോഷണലായിട്ട് ഡിസിഷൻ എടുത്താൽ ചിലപ്പോൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻ നിങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് ഹാർട്ട് ചക്ര ആസ് വെൽ ആസ് ക്രൗൺ ചക്ര രണ്ടും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യണം. രണ്ടും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, ചാൻറ്റ് ചെയ്യുക, ഓർ സബ്ലിമൽസ് കേൾക്കുക. ഇത് നിങ്ങൾക്ക് ഉപകാരം ആകും. ഓക്കെ, now let's take angelic advice. Angels advice for those who are in no contact situation ഉള്ള പ്രേക്ഷകർക്ക് advice for the month of May. പെർഫെക്റ്റ് ടൈമിംഗ്. ചില പ്രേക്ഷകർക്ക് ഇതൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക്. ചില പ്രേക്ഷകർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറയുന്നുണ്ട്. പെർഫെക്റ്റ് ടൈമിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ ഹാർവെസ്റ്റ് വന്ന് ചേരും. ഓക്കെ, one more angel advice please. ഓക്കെ, സി നോ പറയേണ്ടടുത്ത് നോ പറയുക. ഓക്കെ, നിങ്ങൾക്കറിയാം ഒരാൾ നിങ്ങളെ ചീറ്റ് ചെയ്യും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ സേ നോ പറയുന്നതിൻ്റെ ഒരു ഹാമില്ല. നോ ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ് എന്ന് എൻ്റെ ഒരു ഗുരു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നോ, എവിടെ നോ പറയണം, ജസ്റ്റ് സേ നോ. അതിനകത്ത് അധികം ആലോചിക്കാനില്ല. ഓൾറൈറ്റ്, ഇപ്പം നിങ്ങൾക്ക് എത്ര അറിയാവുന്ന ആളായിക്കോട്ടെ, സേ നോ ഇഫ് യു ഹാവ് ടു സേ നോ. ഓക്കെ, നോ പറയുക. All right, so universal message for people who are in no contact situation. Universal message, no contact situation ഉള്ള പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള universal message. Divine, please give me universal message. Yeah. To truly flourish is to release all the tension that holds me back from letting love pour through me. Okay, നിങ്ങൾക്കുണ്ടായ ഹാർട്ട് ബ്രേക്ക്. ഓക്കെ, ഈ ആൾ നേരത്തെ വന്നിട്ടുണ്ട് ആൻഡ് അതിൽ നിന്നുണ്ടായ ഹാർട്ട് ബ്രേക്ക്. ആ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾ എപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് മാറ്റുന്നു, മൈറ്റ് ബി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്രൗൺ ചക്ര വരുന്നത്. ബിക്കോസ് ക്രൗൺ ചക്ര മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെൻറ്റൽ ബ്ലോക്കേജസ്, ഈ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് വളരെ ഈസി അല്ല, ഇത്തിരി ഹാർഷാണ്. സോ ഈ ഒരു ബ്ലോക്കേജ് മാറ്റാനാണ് ക്രൗൺ ചക്ര മെഡിറ്റേഷൻ ചെയ്യാൻ പറയുന്നത്. ഐ എം സോറി. ആൻഡ് നിങ്ങൾ ആ ഒരു ലെറ്റിംഗ് ഗോ ചെയ്താൽ, നിങ്ങളുടെ ആ വിഷമം ലെറ്റ് ഗോ ചെയ്ത് കഴിയുമ്പോൾ പുതിയ ലവ് നിങ്ങളുടെ ലൈഫിൽ വരുന്ന പുതിയൊരു ഓപ്പർച്യൂണിറ്റി അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ ഗൈസ്, 2 more messages for those who are in no contact situation. Dissolve all boundaries with love. See, boundaries വെക്കേണ്ടടുത്ത് ബൗണ്ടറീസ് വെക്കുക, ബട്ട് സ്നേഹത്തോടെ വെക്കുക. ഓക്കെ, ഹാർഷായ വേർഡ്സ് ഉപയോഗിക്കാതിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ അത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. By spreading love energy, I attract more love. Again, love ആണ് നിങ്ങളുടെ മെയിൻ അജണ്ട. മെയ് മാസം നിങ്ങൾ എത്ര സ്നേഹം കൊടുക്കുന്നോ, നിങ്ങൾക്ക് കൊടുക്കുന്നോ, നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് സ്നേഹത്തോടെ പെരുമാറുന്നോ, നിങ്ങളുടെ ശത്രുക്കളെ പോലും നിങ്ങൾ സ്നേഹത്തോടെ ദൂരെ നിർത്തും. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ലവ് ആണ് അട്രാക്റ്റ് ആകുന്നത്. സോ ഗൈസ്, ഇതായിരുന്നു നിങ്ങളുടെ മെയ് മന്ത്.
ഈ റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്തിടുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷനിൽ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഡേ ടു ഡേ ലൈഫിൽ കൺസേൺ ചെയ്യുന്ന ഓഡിയോ മെസ്സേജസ് ഇടാറുണ്ട്. അതൊന്ന് കേട്ട് നോക്കൂ. ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളാണ്. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുമെങ്കിൽ എൻ്റെ ആ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ. ഹലോ എവരിവൺ. നോക്കാം എങ്ങനെയാണ് മെയ് മന്ത് നിങ്ങൾക്ക്. ഡിവൈൻ, please guide me. How will be the May month for those who are in separation or divorced? May month. How will be May month? May month. Okay, May month. നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കാനാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആരെങ്കിലും നിങ്ങളെപ്പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ, അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, ആൻഡ് പെർട്ടിക്കുലർലി അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ആൻഡ് അവർ നിങ്ങൾക്ക് നെഗറ്റീവ് ഇംപ്രഷനാണ് സൊസൈറ്റിയിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തൂ. ഓക്കെ, സി ഇവിടെ എപ്പോഴും ഒരു സ്വേർഡ് ഉണ്ട് അല്ലേ? എന്തിനാണ് ആ സ്വേർഡ് എപ്പോഴും വെച്ചിരിക്കുന്നത്? ഒരാളുടെ സ്വന്തം ഡിസേൺമെൻറ്റ് എന്ന് വെച്ചാൽ സ്വന്തം വിവേകത്തിൽ, സ്വന്തം വിവരത്തിൽ എടുക്കുന്ന ഒരു ഡിസിഷൻ. ഓക്കെ, ഈവൻ തോ മറ്റാൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷേ സ്വന്തം ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്വന്തം വിവേകത്തിന് ഇമ്പോർട്ടൻസ്, സ്വന്തം തോട്ട്സിന് ഇമ്പോർട്ടൻസ്. ഓക്കെ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ആസ് വെൽ ചില പ്രേക്ഷകർക്ക് ഈ ഒരു മന്ത് ഏറെ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ റിലീജിയസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ പള്ളി വരുന്നോട് ചിലപ്പോൾ പള്ളിയിൽ റിലീജിയസ് കാര്യങ്ങൾ നടക്കുന്നുണ്ടാകാം. ഓക്കെ, ഓരോ മതത്തിൽ അവരവരുടെ റിലീജിയസ് കാര്യങ്ങൾക്ക് ഏർപ്പെടുന്ന ഒരു മന്താണ്. പേഴ്സണൽ ആകാം ഓർ റിലീജിയസ് അല്ലാതെയാകാം. ഓക്കെ, പിന്നെ വരുന്നത് ചില പ്രേക്ഷകർക്ക് ഈ ഒരു മന്ത് മെഡിറ്റേഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ മെഡിറ്റേറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഒരു ആളിനെ പറ്റി ശരിക്കും മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ മെഡിറ്റേഷനാണ് ഏറ്റവും നല്ല വഴി. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാകും. ഓർ എൽസ് നിങ്ങൾ ഉച്ചയ്ക്ക് നാപ്പ് എടുക്കുമ്പോഴോ രാത്രി കിടക്കുമ്പോഴോ നിങ്ങളൊരു ഇൻറ്റൻഷൻ വെച്ച് കിടക്കൂ. നിങ്ങളുടെ സ്വപ്നത്തിൽ ഈ ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കാര്യം വന്നു ചേരട്ടെ. ഓക്കെ, ആൻഡ് യു വിൽ സീ നിങ്ങൾ ഉറങ്ങി ഒന്ന് എണീച്ച് വരുമ്പോൾ പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നത്. അത് ബിസിനസ് പ്രൊഫഷണൽ കാര്യങ്ങളായിക്കോട്ടെ, അല്ല ഒരാളെക്കുറിച്ചാണെങ്കിൽ എന്തെങ്കിലും ഒരു ഹിൻറ്റ് നിങ്ങളുടെ മനസ്സിൽ വന്നു ചേരും. ഓക്കെ, സോ ഇവിടെ ശ്രദ്ധിക്കുക. യൂസ് യുവർ ഡിസേൺമെൻറ്റ്, സ്വന്തം വിവേകം, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. മറ്റാൾക്കാരുടെ വാക്കുകളിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ. വാട്ട് എൽസ്? സി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സോ റിലീജിയസ് കാര്യങ്ങളിൽ ഏർപ്പെടും. ആസ് വെൽ ആസ് ഇപ്പോൾ മറ്റാൾക്കാർ ആരെങ്കിലും നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ഹാം ചെയ്യുന്നുണ്ടെങ്കിൽ ഡു നോട്ട് വറി, ലീവ് ഇറ്റ് ടു ദ ഡിവൈൻ. ഓക്കെ, ഡിവൈനിന് വിട്ടുകൊടുക്കൂ. കാര്യങ്ങൾ അവിടെ സോർട്ട് ആയിക്കോളൂ. അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വൈസ് പേഴ്സണെ വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ഓക്കെ, എല്ലാവരോടും സ്വന്തം കാര്യങ്ങൾ തുറന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വൈസ് ഡിസിഷൻ എടുക്കുന്ന ആൾ, അത് ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ആ ആളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം എന്തെങ്കിലും ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ. May month for those who are in സെപ്പറേഷനിൽ കഴിയുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ഡിവോഴ്സ് ആയ പ്രേക്ഷകർ, അവർക്ക് എങ്ങനെയാണ് മെയ് മന്ത്? ടെമ്പറൻസ്, ബാലൻസ് കൊണ്ടുവരൂ. ഓക്കെ, ബാലൻസ് വളരെ ആവശ്യമാണ്. ചില പ്രേക്ഷകരോട് വെളിയിൽ നേച്ചറിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സൺ, ദാറ്റ് ഈസ് രാവിലത്തെ ആ എനർജി, ലൈറ്റായിട്ടുള്ള സൺ എനർജി, രാവിലത്തെ ആ വെയിൽ, ഓക്കെ, അത് കൊള്ളാൻ പറയുന്നുണ്ട്.
ഏറ്റവും കൂടുതൽ നടക്കാൻ ഗ്രാസിലൊക്കെ നടക്കാൻ പറയുന്നുണ്ട്. ബാലൻസ്, ലൈഫിൽ ബാലൻസ് കൊണ്ടുവരൂ. ഓവർ ചിന്തകളാണെങ്കിൽ ചിന്തകൾ മാറ്റൂ. ഓവർ ആഹാരം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യൂ. ഓവർ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യൂ. ഓക്കെ, ഒന്നും ഓവർ ആവരുത്, എല്ലാം ബാലൻസിൽ വേണം കൊണ്ടുപോകാൻ. അതുപോലെ തന്നെ ഔട്ടിങ്സ് ആസ് വെൽ ആസ് പ്രൊഫഷണൽ കാര്യങ്ങളിലും ബാലൻസ് വെക്കൂ. ഒത്തിരി വെളിയിലും പോവാതിരിക്കൂ. ഓക്കെ, ചില ആൾക്കാരുടെ സെലിബ്രേഷൻസ് ആകാം, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ടുള്ള ജേർണി ആകാം, മീറ്റപ്സ് ആകാം. ഓക്കെ, പക്ഷേ നിങ്ങളുടെ പ്രൊഫഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് അതിനെ മാറ്റി വെച്ചുകൊണ്ടാവരുത് വെളിയിൽ പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് നിങ്ങൾ എൻജോയ് ചെയ്യാൻ പോകുന്നത്. അതും എൻജോയ്മെൻറ്റും ഒരു ബാലൻസിലായിരിക്കണം, നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളും ബാലൻസിലായിരിക്കണം. ഓൾറൈറ്റ്, May month for group, May month 5. ആസ് വെൽ ഗൈസ്, ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് 4th നമ്പറാണ്. 4 ആണ് ഇവിടുത്തെ നമ്പർ, ആൻഡ് ദിസ് ഈസ് 5th. ഓക്കെ, സോ മെഡിറ്റേഷനിലൂടെ എൻലൈറ്റ്മെൻറ്റ് ജേർണി, ദാറ്റ് ഈസ് നിങ്ങൾ ഓൾറെഡി എൻലൈറ്റ്മെൻറ്റ് പ്രോസസ്സിലൂടെ പോകുകയാണ്. ഓക്കെ, അവിടെ ഈ ഒരു മെയ് മന്ത് നിങ്ങൾ ഇച്ചിരിയും കൂടി എൻലൈറ്റനിലേക്ക് വരും. ഓക്കെ, ഇച്ചിരിയും കൂടി സ്പിരിച്വൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ പറ്റും. അത് ഇപ്പം നിങ്ങൾ വെടി പോകണം എന്നില്ല. ഓക്കെ, സ്പിരിച്വൽ സ്ഥലങ്ങളിൽ പോകണം എന്നില്ല. മെഡിറ്റേഷനിലൂടെ തന്നെ പല കാര്യങ്ങൾ വ്യക്തത നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരും. നെക്സ്റ്റ് കാർഡ് 2 of Pentacles ആണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ ഏറെ ജഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, 2 ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിലാണ് നിങ്ങൾ ജഗിൾ ചെയ്യുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മെഡിറ്റേഷനാണ്. ഓക്കെ, മെഡിറ്റേഷൻ എല്ലാ പ്രോബ്ലംസിൻ്റെയും സൊല്യൂഷൻ കൊണ്ടുവരും. പ്ലസ് നിങ്ങൾ ഡ്രീംസ്, ഓക്കെ, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ ശ്രദ്ധിക്കൂ, അവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻസ് അവൈലബിൾ ആണ്. ഓൾറൈറ്റ്, നൗ 2 ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസിലാണെങ്കിൽ, അല്ല 2 കാര്യങ്ങൾ ലൈക്ക് വർക്ക് ലൈഫ് ആൻഡ് ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ 2 വർക്ക് ലൈക്ക് പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം അങ്ങനെ ചെയ്യുന്നുണ്ട്, അതിൽ ജഗിൾ ചെയ്യുകയാണെങ്കിൽ ഹെൽത്തിനെ ശ്രദ്ധിക്കൂ. പ്രത്യേകിച്ചും നെക്ക് ഏരിയ ശ്രദ്ധിക്കൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആസ് വെൽ ആസ് ഇവിടെ പറഞ്ഞതുപോലെ ആരെങ്കിലും നിങ്ങളെ ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പറ്റി നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ സൊസൈറ്റിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, അവിടെ നിങ്ങൾക്ക് 2 പേരെ സംശയമുണ്ട്, അല്ലെങ്കിൽ 2 ആൾക്കാർ, അങ്ങനത്തെ 2 ആൾക്കാരോടാണ് നിങ്ങൾ ഡീൽ ചെയ്യുന്നെങ്കിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഏത് ആളായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വെച്ചാൽ, ഏതാളിനെ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇച്ചിരിയും കൂടി ബെറ്റർമെൻറ്റ് ഉണ്ടായിരിക്കാം. ഓക്കെ, പ്രയോറിറ്റി ബേസ് നിങ്ങൾ കൈകാര്യം ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇഫ് 2 പേരും നിങ്ങൾക്കൊരു നല്ലതും കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എടുത്തു മാറ്റേണ്ട ആൾ ആര് എന്ന് ആലോചിച്ച് ഡിസിഷൻ എടുത്ത് പ്രയോറിറ്റൈസ് ചെയ്യൂ. കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് പ്രവർത്തിക്കൂ. ആദ്യം ആ ആളിനെ കുറിച്ച് മനസ്സിലാക്കൂ, അയാളോട് ഡീൽ ചെയ്യൂ, ആൻഡ് ദെൻ നെക്സ്റ്റ് ആളിനെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് പോയി വഴക്കുണ്ടാക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊരാൾ എങ്ങനെ നമ്മളെ ട്രീറ്റ് ചെയ്താലും നമ്മൾ അവരെ മാതിരി നടന്ന് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ വി ആർ നോ ഡിഫറെൻറ്റ് ഫ്രം ദം, അല്ലേ? സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, നമ്മുടെ ഒത്തൻറ്റിസിറ്റി, നമ്മളുടെ നേര് നമ്മൾ എപ്പോഴും നിൽക്കുക. ഡീൽ ചെയ്യാന്ന് വെച്ചാൽ ആ ആളോട് നിങ്ങൾ കാര്യങ്ങൾ പറയാം. ഓക്കെ, അവരുടെ തെറ്റിദ്ധാരണ മാറ്റാൻ നോക്കുക. പക്ഷെ എന്നാലും നിങ്ങൾക്ക് അറിയാം അവരുടെ തെറ്റിദ്ധാരണകൾ മാറ്റിയാൽ ശരിയാവില്ല. അവർ എഗെയിൻ അതേ സിറ്റുവേഷൻസ് ആണ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നതെങ്കിൽ ബെറ്റർ നിങ്ങൾ നിങ്ങളുടെ എനർജി അവരുടെ എനർജിയിൽ നിന്ന് കട്ട് ഓഫ് ചെയ്യുക. അത് പറയാമെന്ന് വെച്ചാൽ, ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ മാറ്റൂ. അല്ല മാറ്റാൻ പറ്റാത്ത റിലേഷൻ ആണെങ്കിൽ ബൗണ്ടറി കീപ്പ് അപ്പ് ചെയ്യൂ. ബൗണ്ടറി ഈസ് സ്ട്രോങ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫിനിറ്റി സിമ്പിൾ അതൊരു ബൗണ്ടറി ലെവലാണ്. ഓക്കെ, ഇവിടെ ഈ ആളുടെ ഹാർട്ട് ദാറ്റ് ഈസ് സെൻറ്റർ പാർട്ടിൽ കൂടിയാണ് ഈ ബൗണ്ടറി കടന്നു പോകുന്നത്. സോ ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്, ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്. ഈ 2 പേർക്കും ഈ ബൗണ്ടറി ക്രോസ് ചെയ്ത്
ഇവിടുത്തെ ബൗണ്ടറി ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. സോ ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു സ്ട്രോങ് ബൗണ്ടറി കീപ്പ് അപ്പ് ചെയ്യണം. ഓക്കെ, നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി നിങ്ങളുടെ ചുറ്റും ഉണ്ടാക്കണം. ദാറ്റ് മീൻസ് ആർക്കും വന്നും എന്തും പറയാൻ കഴിയല്ല എന്നുള്ള ഒരു ബൗണ്ടറി നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ഉണ്ടാക്കണം, ക്രിയേറ്റ് ചെയ്യുക. ബാലൻസ് വരുത്തുക അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, വാട്ട് എൽസ് ഹെൽത്ത് റിലേറ്റഡ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞല്ലോ, ഹെൽത്തിന് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കൂ. ഇഫ് ഹിയർ ഹെൽത്തും ഫൈനാൻഷ്യൽ സിറ്റുവേഷനിലാണ് നിങ്ങൾ ജഗിൾ ചെയ്യുന്നതെങ്കിൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ ഗൈസ്. ബിക്കോസ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഹെൽത്ത് ഉണ്ടെങ്കിൽ വരും, പക്ഷേ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഹെൽത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റത്തില്ല. 2, ഓൾഡ് ഏജ് പീപ്പിൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ, ഓക്കെ, നിങ്ങളുടെ പേരൻസ് ആകാം, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ദാറ്റ് ഈസ് നിങ്ങളിൽ നിന്ന് മുതിർന്നവർ, അവർക്ക് ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡു ഹെൽപ്പ് ദം. ഓക്കെ, അതെങ്ങും വേസ്റ്റ് ആയി പോകത്തില്ല. ഈവൻ തോ നിങ്ങൾക്കത് ആഗ്രഹമില്ലെങ്കിലും ഡു ഹെൽപ്പ് ദം. ഓക്കെ, ബിക്കോസ് ആ ഒരു മൂമെൻറ്റിൽ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു മൂമെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു വഴിമാറ്റി ആയിരിക്കും. Okay, one more part. May month. Yes, see guys, ഇവിടെ പറയുന്ന ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിൽ ഈ ഹെൽത്ത് ഇഷ്യൂ റെക്കറൻ്റ് ആണ്. എപ്പോഴും അതേ സെയിം ഹെൽത്ത് ഇഷ്യൂ അല്ലെങ്കിൽ അതേ ടൈപ്പ്ലി ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് പാസ്റ്റിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ ഗോ ത്രൂ ചെയ്തിട്ടുണ്ട്. 10 of Swords ഫ്രണ്ട്സിൻ്റെ ചീറ്റിംഗ് ആകാം, ഫാമിലി മെമ്പേഴ്സിൻ്റെ ചീറ്റിംഗ് ആകാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ നിങ്ങളെ ചീറ്റ് ചെയ്തതോ ബാക്ക് സ്റ്റാപ്പ് ചെയ്തതോ ആകാം. ഓക്കെ, അതേ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ തിരിച്ചു വരുന്നത്. സോ ബി കെയർഫുൾ. നിങ്ങൾ ആർക്കാണ് നിങ്ങളുടെ സമയം കൊടുക്കുന്നത്, ബി കെയർഫുൾ. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷൻ. നെക്സ്റ്റ് ഈസ് ഈ പറയുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പം ഈ പറയുന്ന ഓൾഡ് ഏജ് പീപ്പിൾ നിങ്ങളുടെ പേരൻസ്, ദാറ്റ് മീൻസ് പേരൻസിൻ്റെ സ്ഥാനത്ത് വരുന്ന ആൾക്കാരും ആകാം. ഇഫ് അവർക്ക് നല്ല സമയം അല്ല, ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ട് ആൻഡ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഗോ ആൻഡ് ഹെൽപ്പ് ദം. ഈവൻ തോ അവർ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയതാണ്, ബട്ട് ജസ്റ്റ് ഹെൽപ്പ് ദം. അവർക്ക് ഒത്തിരി സ്ഥാനം കൊടുക്കണം ഞാൻ പറയുന്നില്ല, ബട്ട് ഹെൽപ്പ് ദം. ഓക്കെ, റെസ്പെക്ട് ചെയ്യൂ ആൻഡ് ഹെൽപ്പ് ചെയ്യൂ. അത് നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് കൊണ്ടുവരും. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സീ നെക്സ്റ്റ് കാർഡ്സ് ആസ് വെൽ ഗൈസ്. ഈ ഗ്രൂപ്പിലെ ചില പ്രേക്ഷകർ 5 അല്ലെങ്കിൽ 55 കാണുന്നുണ്ട്. പ്ലസ് 5ൽ നിന്ന് നേരെ 10. സി ലുക്ക് ഹിയർ, ഇവിടെ 5 ആണ്, ഓൾറൈറ്റ്, ആൻഡ് ഇത് 10. സോ 5ൽ നിന്ന് നേരെ നിങ്ങൾ 10ലേക്ക് ജമ്പ് ചെയ്തു. ദാറ്റ് ഈസ് കംപ്ലീഷനിലേക്ക് നിങ്ങൾ ചേഞ്ച് വന്നു. ചേഞ്ചിൽ നിന്ന് ഡയറക്റ്റ്ലി കംപ്ലീഷനിലേക്ക് നിങ്ങൾ കടന്നു എന്നാണ് പറയുന്നത് ചില പ്രേക്ഷകർക്ക്. അത് സ്പിരിച്വലും ആകാം. ഓക്കെ, ഈ ഒരു കാർഡ് സ്പിരിച്വൽ കാർഡും കൂടിയാണ്. ഓക്കെ, പക്ഷേ സ്പിരിച്വലി അധികം ബിലീവ് ഇല്ല എന്നുള്ള ഒരു കാർഡാണ്. ഓക്കെ, എന്നാൽ ഈ ഒരു കാർഡ് 10th ആണ്. 10th എന്താണ്? കംപ്ലീഷൻ ആണ്. ദാറ്റ് മീൻസ് ആ സ്പിരിച്വലിൽ അധികം ഫെയ്ത്ത് ഇല്ലാത്ത വന്നിട്ട് ഡയറക്റ്റ്ലി ഫെയ്ത്തിലേക്ക് മാറുകയാണ് ചില പ്രേക്ഷകർ. ഓക്കെ, ടോട്ടലി സ്പിരിച്വൽ 180 ഡിഗ്രി ടേൺ ഓവർ ആണ് ഇവിടെ. Okay, what else for May month? May month in സെപ്പറേഷനിലും ഡിവോഴ്സിലും കഴിയുന്ന പ്രേക്ഷകർക്ക് മെയ് മന്ത് എങ്ങനെയാണ്? ഓക്കെ, മെയ് മന്ത്. യെസ്, ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്. സി ഇവിടെ ഞാൻ പറഞ്ഞിരുന്നു മെഡിറ്റേറ്റ്. ഓക്കെ, മെഡിറ്റേറ്റ് ആൻഡ് സ്പിരിച്വൽ ദാറ്റ് ഈസ് റിലീജിയസ് പ്ലേസസിലൊക്കെ നിങ്ങൾ പോകും മെയ് മന്ത്. ഓർ റിലീജിയസ് ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യും. അത് നിങ്ങളുടെ ഫൗണ്ടേഷൻ ആൻഡ് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്, ദാറ്റ് ഈസ് നിങ്ങളുടെ വീട്. മോസ്റ്റ് പ്രോബ്ലി ചില പ്രേക്ഷകർക്ക് അവരുടെ വീട്ടിലാണ് ഈ റിലീജിയസ് റിച്വൽസ് നടക്കാൻ പോകുന്നത്. ഓക്കെ, സെലിബ്രേഷൻ ആകാം, വീട് പണി, ഹൗസ് വാമിങ് സെലിബ്രേഷൻസ് ആകാം. ഓക്കെ,
ഹൗസ് വാമിങ് സെലിബ്രേഷൻസ് കൂടുതൽ വരുന്നത് അതാകാം, ബേബി ബർത്ത് ഓഫ് എ ബേബി, അങ്ങനത്തെ സെലിബ്രേഷൻസ് ആകാം വരുന്നുണ്ട്. സോ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് ആണ്. സോ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ വേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് തെളിയും. May month. മെറ്റീരിയൽ ഹാർവസ്റ്റ്. സി ബാലൻസ് കൊണ്ടുവരൂ. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരുമ്പോഴത്തേക്കിനും ആൻഡ് ഈ ജഗിൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ ഹാർവസ്റ്റ് ആണ്. ഓക്കെ, മെറ്റീരിയൽ ഹാർവസ്റ്റ് ഫൈനാൻഷ്യൽ ഗെയിൻസ് അന്വേഷിക്കുന്ന പ്രേക്ഷകർക്കാണ്. മറ്റ് പ്രേക്ഷകർക്ക് ഇത് ഹാപ്പിനെസ് ആണ്. ഇവിടെ കാണൂ, ഇത് എൻലൈറ്റൻമെൻറ്റിൻ്റെ കാർഡും കൂടിയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ബാലൻസ് കൊണ്ടുവരുമ്പോൾ, നിങ്ങൾക്ക് പ്രയോറിറ്റി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ചില പ്രേക്ഷകർക്ക് എൻലൈറ്റൻമെൻ്റ് ആണ്. ദാറ്റ് ഈസ് സ്പിരിച്വൽ ലെവലിൽ ഗെയിൻസ് ആണ്. ഓക്കെ, നിങ്ങൾ സ്പിരിച്വൽ ലെവലിൽ കൂടുതൽ വർക്ക് ചെയ്യും. വാട്ട് ഈസ് ഹാർട്ട് ചക്ര? യെസ് ഇവിടെ നോക്കൂ, 10 of swords, റൈറ്റ്? ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റ്ലി 10 of swordsലേക്ക് ആണ് ജമ്പ് ചെയ്തത്. ദാറ്റ് മീൻസ് ഇതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നു കഴിഞ്ഞു, റൈറ്റ്? ഈ കാര്യങ്ങളിൽ നിന്നാണ് നിങ്ങൾ മുമ്പോട്ട് വരുന്നത്. സോ യു നീഡ് ഹാർട്ട് ചക്ര സബ്ലിമൽസ്. ഓക്കെ, ഹാർട്ട് ചക്ര ഡെവലപ്പ് ചെയ്യൂ. സബ്ലിമൽ കേൾക്കൂ, ഓർ ഹാർട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യൂ, ഓർ എവറി ഡേ പറയൂ ഐ ലവ് മൈ സെൽഫ്. ഓക്കെ, ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. ഓക്കെ, എനിക്ക് എന്നെയും സ്നേഹമാണ്, അതുപോലെ എൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെയും ഞാൻ സ്നേഹിക്കുന്നു. ഓക്കെ, സോ അത് ഇവിടെ നിങ്ങൾ ഈ ആഫർമേഷൻസ് ചെയ്യുക. ഓക്കെ, ഈ ആഫർമേഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടായ വേദനകൾ, ഹെൽത്ത് ഇഷ്യൂസ് പെർട്ടിക്കുലർലി അത് മാറിക്കിട്ടും. ഓൾ റൈറ്റ് ഗൈസ്, ബ്യൂട്ടിഫുൾ കാർഡ്. Okay, now we'll see angel messages. Angels, advice for May month. Advice for May month. Advice. Choose a new direction. Yes. സി നിങ്ങൾക്ക് സ്പിരിച്വൽ ലെവൽ തരുന്നുണ്ട്. നിങ്ങൾക്ക് 4 of swords വന്നപ്പോൾ പറഞ്ഞു മറ്റാൾക്കാർ എന്ത് പറയുന്നു അവർ ശ്രദ്ധിക്കുക. ഓക്കെ, ചൂസ് എ ന്യൂ ഡിറക്ഷൻ. പുതിയൊരു ഡിറക്ഷൻ നിങ്ങൾ നോക്കൂ. സ്പിരിച്വൽ ഡിറക്ഷൻ എപ്പോഴും ട്രൂത്ത്ഫുൾ ആണ്. ഓക്കെ, ദാറ്റ്സ് മൈ അഡ്വൈസ്. എന്നാൽ നിങ്ങൾ സ്പിരിച്വലി ഇൻട്യൂൺ ആണെങ്കിൽ ഗോ ആൻഡ് ടേക്ക് അപ്പ് ദാറ്റ് സ്പിരിച്വൽ റൂട്ട്. ഓൾറൈറ്റ്, ഒരു പുതിയ രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിക്കൂ. Angel messages. One more angel message. One more is angel message. If you believe, if നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഹാർട്ട് ബ്രേക്കിൽ നിന്ന് കരകയറുമോ, നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാകുമോ, നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ലൈഫ് ഇനി ബ്യൂട്ടിഫുൾ ആകുമോ, നിങ്ങൾക്ക് സന്തോഷങ്ങൾ ഉണ്ടാകുമോ. യെസ്, ഇഫ് യു ബിലീവ്, നിങ്ങൾക്ക് മനസ്സിലുണ്ട് യെസ് ആകും എങ്കിൽ ഡെഫിനറ്റ്ലി. ഓക്കെ, നിങ്ങൾ ബിലീവ് ചെയ്യേണ്ട ആവശ്യമേ ഇവിടെ ഉള്ളൂ. ബിക്കോസ് നിങ്ങൾക്ക് സപ്പോർട്ടീവ് റെലം നിങ്ങളുടെ കൂടെയുണ്ട്, ഡിവൈൻ റെലം നിങ്ങളുടെ കൂടെയുണ്ട്, ഏഞ്ചൽസ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾ ബിലീവ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ ആർ ദെയർ. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ അവർ റെഡിയാണ്. ഡിവൈൻ റെലമിലുള്ള എല്ലാ ഡിവൈൻ ലൈറ്റ്, ഡിവൈൻ ബീയിങ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഓക്കെ ഗൈസ്, now universal message. Universal message. By spreading love energy, I attract more love. I think almost എല്ലാം പൾസിലും ഈ ഒരു കാർഡ് വന്നിട്ടുണ്ട്, എക്സെപ്റ്റ് 1 or 2. ഓക്കെ, നിങ്ങൾ എത്ര സ്നേഹം പകരുന്നോ നിങ്ങൾ അത്രയും സ്നേഹം നിങ്ങൾക്ക് ലൈഫിൽ വന്നു ചേരും. ഇതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശത്രുക്കളോട് പോയിട്ട് സ്നേഹം പ്രകടിപ്പിക്കൂ എന്നതല്ല.
പക്ഷേ ആരെങ്കിലും നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ ബി ഹംബിൾ, ഓക്കെ, ഹംബ്ലി ലവിങ് നേച്ചറുമായിട്ട് ലവിങ്ലി നിങ്ങൾ സംസാരിക്കും, ഓക്കെ, ആൻഡ് ദെൻ ലീവ് ദം. ഓൾറൈറ്റ്, ഓക്കെ. വാട്ട് എൽസ്? Sometimes no is the most loving response. Now, ഇവിടെ 10 of swords കാണിച്ചിരുന്നു, റൈറ്റ്? ആൻഡ് ഇവിടെ 4 of swordsൽ ആൾക്കാർ തിരിച്ചു വരുന്നതായിട്ട് അനുഭവപ്പെട്ടു. സോ ഇഫ് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെങ്കിൽ നോ, നിങ്ങൾക്ക് അവരെ തിരിച്ച് എടുക്കാൻ താല്പര്യമില്ല, ബിക്കോസ് അവർ ഓൾറെഡി 10 of swords തന്നതാണെങ്കിൽ, അത്രയ്ക്ക് ഡിസെപ്ഷൻ, അത്രയ്ക്ക് ചീറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് തന്നവരാണെങ്കിൽ അവരിനി അതേ ചെയ്യുള്ളൂ, റൈറ്റ്? സോ നോ എന്ന് നിങ്ങൾക്ക് പറയാം. നോ എന്ന് പറയുന്നത് വളരെ ലവിങ് റെസ്പോൺസ് ആണ്, ഓക്കെ. അവർ പറയാണ് ഇനി നമുക്ക് എഗെയിൻ ആ ഫ്രണ്ട്ഷിപ്പിൽ വരാം എന്നൊക്കെ പറയുകയാണെങ്കിൽ, ഈവൻ തോ ഇതൊരു ലവ് റിലേഷൻഷിപ്പും ആകാം, ഓക്കെ, നിങ്ങളുടെ സ്പൗസ് തിരിച്ചു വരുന്നതും ആകാം ഡിവോഴ്സ് കേസസിൽ, ഓൾറൈറ്റ്. അങ്ങനെയാണെങ്കിലും ഇഫ് യു ഫീൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ആൾ തിരികെ വന്നാലും നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നോ എന്ന് നിങ്ങൾക്ക് പറയാം. അതൊരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, പ്ലസ് അത് വളരെ ലവിങ് റെസ്പോൺസ് ആണ്, ഓക്കെ. നിങ്ങൾക്ക് പറയാം നോ, എനിക്ക് താല്പര്യമില്ല, ഓൾറൈറ്റ്. ഈവൻ 2 ജോലിയായിട്ട് ജഗിൾ ചെയ്യുന്ന പ്രേക്ഷകർക്കും അങ്ങനെ പറയാവുന്നതാണ്, ഓക്കെ. What else? One more card, please. May month messages. Alright. Guys, 2 മെസ്സേജസ് ആണ്. ആൻഡ് നിങ്ങൾക്ക് മാത്രമേ ഈ 2 മെസ്സേജസ് വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫയൽസിലും 3 മെസ്സേജസ് ആണ് വന്നത്. സോ വിൽ സി. I make time to recharge my battery. The world needs my energetic life. എപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് റെസ്റ്റ് വേണം, ഈവൻ തോ നിങ്ങൾക്ക് ഏറെ വർക്ക് ഉണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് നിങ്ങൾ ജഗിൾ ചെയ്യാണ്, അല്ലേ? ഹെൽത്ത് ആകാം, ഫാമിലി ലൈഫ് ആൻഡ് വർക്ക് ലൈഫ് ആകാം, അല്ലെങ്കിൽ കുട്ടികളും മറ്റ് റിലേഷൻഷിപ്പും തമ്മിലുള്ള ടെൻഷൻ ആകാം. പക്ഷേ എപ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് റെസ്റ്റ് വേണം, ഓക്കെ, നിങ്ങളുടെ ബോഡിക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നുമ്പോൾ ഡു ടേക്ക് റെസ്റ്റ്, ഓക്കെ. അത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക്, ബിക്കോസ് നിങ്ങളുടെ ബാറ്ററി, ദാറ്റ് ഈസ് നിങ്ങളുടെ സ്വന്തം എനർജി ഫീൽഡ് ഹൈ വൈബ്രേഷനിലുണ്ടെങ്കിൽ മാത്രമേ മറ്റ് ആൾക്കാരോട് നിങ്ങൾക്ക് ഇടപെടാൻ പറ്റൂ, അല്ലെങ്കിൽ മറ്റ് ജോലികൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ, ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് കാർഡ്, the quality I dislike in others are disowned parts of my shadow. Now, മറ്റ് ആൾക്കാരുടെ ചില ക്വാളിറ്റി, അത് ബാക്ക് സ്റ്റാബിങ് ആയിക്കോട്ടെ, ഓക്കെ, ചീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏറെ എക്സ്ട്രോവേർട്ട് ടൈപ്പിലെ എനർജി ആയിക്കോട്ടെ, ഓക്കെ, ഒത്തിരി സംസാരിക്കുന്ന ടൈപ്പിലെ എനർജി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റാൾക്കാർക്ക് ഏറെ ഫ്രണ്ട്സ് ആൻഡ് നിങ്ങൾ വളരെ ലോൺലി ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിക്കോട്ടെ. പക്ഷേ ഈ പറയുന്ന ക്വാളിറ്റീസ്, നിങ്ങൾ ഏത് ക്വാളിറ്റീസ് ആണോ മറ്റാൾക്കാരിൽ ഇഷ്ടപ്പെടാത്തത്, അത് എവിടേക്കോ നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ ഉള്ളിലും ആ ഒരു എനർജി ഉണ്ട്. അത് നിങ്ങൾ ഡിസ്ഓൺഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഇതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ തന്നെ മനസ്സിലാക്കണം, ഓ എനിക്ക് ഈ കഴിവുകൾ ഇല്ല, അല്ലെങ്കിൽ ഈ സ്വഭാവം എനിക്കും ഇഷ്ടമല്ല, അത് എന്നിലുണ്ട്, ഓക്കെ. സോ എന്നിലുള്ള ആ ഒരു സ്വഭാവം, ഇഷ്ടമല്ലാത്ത ആ സ്വഭാവത്തെ നേരെയാക്കിയെടുക്കുക, ബിക്കോസ് അത് നിങ്ങളുടെ ഷാഡോ പാർട്ടാണ്, ഓക്കെ. അത് നിങ്ങളുടെ വൺ ഓഫ് ദ ലൈഫ് പേർപ്പസ് ആണ്, നിങ്ങളുടെ ആ ഷാഡോ പാർട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക എന്നുള്ളത്, ഓക്കെ. സോ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നിങ്ങളിലും കാണും. സോ അത് നിങ്ങൾ നേരെയാക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റിനുള്ള പല ആൾക്കാരുടെ എനർജിയിൽ വ്യത്യാസം ഉണ്ടാകും, ഓക്കെ ഗൈസ്. സോ ഇതായിരുന്നു നിങ്ങളുടെ മെയ് മന്ത്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ കൈൻഡ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ടേൺ ഓൺ ചെയ്യാത്ത പ്രേക്ഷകർ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലായ ബ്ലിസ് ഓഫ് തോട്ട് ആൻഡ് ഫ്യൂഷൻ, അവിടെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇംഗ്ലീഷിൽ വളരെ ലളിതമായ ഇംഗ്ലീഷ് വാക്കുകളിൽ ഓഡിയോ മെസ്സേജസ് ഇടാറുണ്ട്.
അത് നിങ്ങളുടെ ലൈഫിൽ അതൊന്ന് കേട്ട് നോക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഉൾപ്പെടുത്താൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video. Till then, bye bye.